നമ്മളെ ചാനലിലെ 9ാമത്തെ പോഡ്കാസ്റ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റ് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോഡ്കാസ്റ്റിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട് ഇനീഷ്യലി. സോ ആ ലിസ്റ്റിൽ നമ്മളെ ചാനൽ ഒരുപാട് വളർന്നതിന് ശേഷം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച ഒരാളാണ് ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളെ ചെറിയൊരു ചാനലാകുമ്പോൾ അവർ നമുക്ക് വേണ്ടി ടൈം തരുമെന്നൊക്കെ ആലോചിച്ച് മാറ്റി വെച്ചൊരു ഗസ്റ്റായിരുന്നു ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കാരണം ഇന്ന് നമ്മൾ 9ാമത്തെ പോഡ്കാസ്റ്റിൽ തന്നെ അദ്ദേഹത്തിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഫോർ യൂത്ത്, നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നത്. നിങ്ങളെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളത്, നിങ്ങളെ മണി റിലേറ്റഡ് ആയിട്ടുള്ളത്, നിങ്ങളെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളത്, നിങ്ങളെ വർക്ക് ലൈഫ് ബാലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ട്. ആൻഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നമ്മളെ ഗസ്റ്റ് മറ്റാരുമല്ല, റിസ്ബാങ്കോ എന്നറിയപ്പെടുന്ന റിസ്വാൻ അഹമ്മദാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് കംപ്ലീറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതും ഒരുപാട് ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവും എന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഇൻ കേസ് ചില ക്വസ്റ്റ്യൻസിലേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണമെങ്കിൽ ജമ്പ് ചെയ്യാം. ബട്ട് ഫുള്ളായിട്ട് കാണാൻ എന്നുള്ളതേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് യൂട്യൂബ് പറയുന്നത് നമ്മളെ ചാനലിലെ 80% ഓഫ് ആൾക്കാരും അല്ലെങ്കിൽ വ്യൂവേഴ്സും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ലൈഫിനെയും കരിയറിനെയും ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കണം എന്ന് എപ്പോഴും ഉറപ്പിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ യു ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ, ബട്ട് നമുക്കിതൊരു ഫ്യൂവലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്താനുള്ള എൻ്റെ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടോ സ്റ്റാർട്ട് ചെയ്യാനുള്ള? ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത്? 21. ആ റീസൺ? 2020 ഞാനൊരു എൻറ്റയർ ഡിജിറ്റൽ ഡീടോക്സ് 6 മാസം നോ ഇൻ്റർനെറ്റ്, വാട്സപ്പില്ല, ഇൻസ്റ്റഗ്രാമില്ല, ഫേസ്ബുക്കില്ല, യൂട്യൂബിലൊന്നുമില്ല പോയൊരു ടൈമുണ്ട്. എൻ്റേതായ ഒരു പേഴ്സണൽ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. അപ്പോൾ അത് ഓവർകം ചെയ്യേണ്ടിയിട്ടായിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ സമയത്ത് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടായിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ നിങ്ങൾക്ക് ക്വിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. അത് ക്വിറ്റിങ്ങിൻ്റെ ഒരു ഹാബിറ്റാണ്. ഇത് തുടങ്ങിയാൽ ക്വിറ്റ് ചെയ്യ പെട്ടെന്ന്, എന്ത് തുടങ്ങിയാലും ക്വിറ്റ് ചെയ്യുക എന്നുള്ള സംഭവമാണ്. ഒന്നും നമുക്കിങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആംബിഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു സംഭവം ഇങ്ങനെ കയറിയിട്ട് ഒരിടത്ത് എത്തുമ്പോൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇതല്ല, എനിക്കിതിനേക്കാളും വലിയ വേറൊരു സംഭവം ഉണ്ട്. ചിലപ്പോൾ അതുണ്ടാകുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് തീരെ റെഡി ആവില്ല, നമ്മളെ മൈൻഡ് എപ്പോഴും അവിടെയാണ്. അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകുന്നൊരു ശീലമുണ്ടായി. അപ്പോൾ ആ ക്വിറ്റിങ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി കണ്ടന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ ഈ സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്കുണ്ടായ കുറേ തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവുകൾ ഷെയർ ചെയ്യാനും, ഞാൻ ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ തിരിച്ചറിവുകൾ ഷെയർ ചെയ്യാം. ആൻഡ് അതാവട്ടെ ഒരു ക്വിറ്റ് ചെയ്യാത്ത ഹാബിറ്റ്. എൻ്റെ ഗോൾ ഉണ്ടായിരുന്നത് ആകെ ഒരാഴ്ചയിൽ ഒരു വീഡിയോ പോകണം, യൂട്യൂബിലൊരു വീഡിയോ പോകണം. അങ്ങനെ ഇറങ്ങിയതാണ്. ആൻഡ് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഒരു ജോയ്, അതിൻ്റെ ഒരു ഹൈ കാരണം ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ ടേക്ക് ഔട്ട് ചെയ്തതാണ്. ഈ ക്വിറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഹാബിറ്റ് നിർത്താനാണ് കണ്ടന്റിലേക്ക് വന്നത്. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, കണ്ടന്റിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്വിറ്റ് ചെയ്യാനും പാടില്ല. കൺസിസ്റ്റൻസി ആണ് അവിടുത്തെ ആകെയുള്ള ഷോർട്ട് കട്ട്. സോ ഐ തിങ്ക് ഇറ്റ് അലൈൻഡ്. ഞാൻ അത് ചോദിച്ചത് പറയുകയാണ്, ഇപ്പോൾ ഒരു ആൾ കണ്ടന്റ് ക്രിയേഷൻ എനിക്ക് തുടങ്ങണം എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ ആൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 അഡ്വൈസസ്. ഒന്നുകൂടി നമുക്ക് ഇത് കൂട്ടാം, കൺസിസ്റ്റൻസി. ഇപ്പം നിങ്ങൾ പറഞ്ഞതാണ് നമ്പർ 1 അതന്നെ ആയിരിക്കും. അതായത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പം വെച്ചാൽ നിങ്ങൾ ഒരു 2 ആഴ്ച ഒരു ബ്രേക്ക് ഒന്നും വെച്ചിട്ടായിട്ട് ചെയ്യാതിരിക്കരുത്, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ അത് എൻ്റെ അടുത്ത് തന്നെ ഫസ്റ്റ് പറയാം കേട്ടോ. രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടായിട്ട് ചെയ്യാതിരിക്കുക. അത് ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും വെരി സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈ ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ആൻഡ് ആ വൈ എന്ന് പറയുന്നത് ചിലപ്പം എല്ലാവർക്കും ഒന്നും തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഫോളോവേഴ്സ് വേണം, എനിക്ക് ആ മറ്റേ അംഗീകാരം കിട്ടണം, ഫെയിം വേണം, വാലിഡേഷൻ കിട്ടണം എന്നുള്ളതാവാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ല, ചിലപ്പോൾ എൻ്റെ ആവശ്യം ബിസിനസ് ഗ്രോ ആകുന്നുള്ളതായിരിക്കാം, എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ എന്തിനാണ് ആ സംഭവം ചെയ്യണത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നതിനും അർത്ഥം ഉണ്ടാവില്ല, നമ്മൾ ചെയ്യുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്താണ് നമുക്ക് വേണ്ട സംഭവം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ ചെയ്തു പോകുന്നുണ്ടോ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള. അപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും, നമുക്കതൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ആ തൃപ്തി ഉണ്ടാണെന്നുണ്ടെങ്കിൽ
നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ആ പ്രോഗ്രസ് കാണാൻ പറ്റും. അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ നമ്മളെ ഗെയിം കളിക്കുള്ളൂ. വി പ്ലേ അവർ ഗെയിം. നമ്മൾ വേറൊരാളെ കളി ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചിട്ട് തോക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ കളി നമ്മൾ നമ്മളെ രീതിയിൽ കളിച്ചിട്ട് മെല്ലെയാണെന്നുണ്ടെങ്കിലും ജയിച്ചിട്ട് പോകുന്നത്. അതായിരിക്കും സെക്കൻഡ്. തേർഡ് ഈസ് എൻജോയ് ദ പ്രോസസ്. അതായത് പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മുടെ സഫ്വാൻ പറയുന്ന സംഭവമുണ്ട്. എൻജോയ് ദ പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും വേണം, എന്നിട്ട് വേണം എൻജോയ് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ വേറൊരാളുടെ എൻറ്റയർ ജേണി ഐഡിയ ജനറേഷൻ ടു ഫുൾ കംപ്ലീറ്റ് ഐഡിയ ജനറേഷൻ ടു മൊത്തത്തിലായിട്ടുള്ള സംഭവം. നമുക്ക് വർക്കാകുന്ന ഒരു പ്രോസസ്സ് ഫൈൻഡ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, അതിന് ശേഷം അത് എൻജോയ് ചെയ്യുക. കാരണം ഇതൊരിക്കലും ഒരു 1 day ഗെയിം അല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ്സ് ലൈക്ക് ആദ്യത്തെ ഒരു 1000 കണ്ടന്റ് ജസ്റ്റ് റെപ്സ് ആണ്. നമ്മളത് ചെയ്യാൻ പറ്റണം, നമുക്കത് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് റെഡി ആണെങ്കിൽ മാത്രം ആ ഒരു ഗെയിമൊക്കെ ഇറങ്ങുക. അത് നിങ്ങൾ മണി ആയിക്കോട്ടെ, ഫെയിം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു 1000 സംഭവം ഇറ്റ് ഈസ് ജസ്റ്റ് പ്യൂർലി നത്തിങ്. അത് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക. സോ പൈസ മാറ്റി വെക്കാം. ഒരു കണ്ടന്റ് ക്രിയേറ്റർ അതിലേക്ക് ഇറങ്ങണം എന്ന് പറയുകയാണെങ്കിൽ പൈസ അല്ലാണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളും കയ്യിൽ കിട്ടും? ഞങ്ങളെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് കണ്ടന്റ് തന്നിട്ടുള്ളത് പൈസ എന്നല്ല. അല്ലല്ല. എനിക്ക് കണ്ടന്റ് തന്നിട്ടുള്ളത് ഒന്ന് ഷിറ്റ് ലോഡ് ഓഫ് കോൺഫിഡൻസ്. 2 ഞാൻ ഒരിക്കൽ പോലും എനിക്ക് ഇത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ആൾക്കാരിലേക്കുള്ള ആക്സസ്. 3 ഒരു ട്രസ്റ്റ്, മറ്റുള്ളവർക്ക് എൻ്റെ മേലുള്ള ഒരു ട്രസ്റ്റ്, ക്രെഡിബിലിറ്റി എന്ന സാധനം. അതിൽ ഐ തിങ്ക് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളത് ആദ്യത്തെ സംഭവമാണ് കോൺഫിഡൻസ്. അത് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മുടെ ആക്സെന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, വൊക്കാബുലറി, ഗ്രാമർ, കുറേ സംഭവങ്ങൾ. എന്നാൽ ഇന്നലെയും കൂടെ ഞാൻ ഇട്ട വീഡിയോ ഒക്കെ എന്താണ് ലൈക്ക് ബ്രോ വർക്ക് ഓൺ യുവർ ആക്സെന്റ്, ഇറ്റ്സ് ലൈക്ക് യുവർ ചൂയിങ് വേർഡ്സ്. ഐ നോ, കാരണം എൻ്റെ ആക്സെന്റ് അത്ര ഭയങ്കര അടിപൊളിയല്ല. അപ്പൊ നമ്മൾ എന്തിരുന്നാൽ പോലും അപ്പുറത്ത് ഇരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതുണ്ടല്ലോ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ. അത് കോണ്ടന്റിൽ നിന്നല്ല, എല്ലായിടത്തും, ലൈഫിൽ എല്ലായിടത്തും. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. APJ അബ്ദുൽ കലാം ആളുടെ ഇംഗ്ലീഷ് ഇറ്റ്സ് നോട്ട് ഇന്റർനാഷണൽ, ഇറ്റ്സ് വെരി തമിഴ്നാടു, അതായത് വെരി ലോക്കൽ ഇംഗ്ലീഷാണ്. പക്ഷെ ആള് ലോകത്തെ ഏതൊക്കെ അച്ചീവ്മെന്റ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ ആ സ്റ്റേജിലൊക്കെ അയാൾ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് അയാളുടെ ഉള്ളിലുള്ളത് അപ്പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദാറ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ആ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോർമോസ് പറയുന്നൊരു സംഭവമാണ് കോൺഫിഡൻസ് ഇസ് യുനോ ദ പ്രൂഫ് ഓഫ് വാട്ട് യു ഹാവ് അക്കംപ്ലിഷ്ഡ്. അവിടെ നിന്നാണ് കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കുറേ ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം, ഓക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്കിത് പറ്റും, നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നമുക്ക് അവിടെ വരും. ഐ ബിലീവ് വൺ തിങ് വി ഡു ഡയറക്ട്ലി ഇമ്പാക്ട്സ് എവറിത്തിങ് എൽസ് വി ഡു. ഇപ്പം നമ്മൾ രാവിലെ കൃത്യമായ സമയത്ത് ഉറങ്ങി കൃത്യമായ സമയത്ത് തെണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു റൂട്ടീൻഡായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ പൈസ നല്ല വൃത്തിക്ക് മാനേജ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളടത്തത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്തായാലും മറ്റുള്ളൊരു കാര്യത്തെ ബാക്കി എല്ലാ കാര്യത്തിനും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഐ തിങ്ക് നമ്മൾ ഒരു സംഭവം നല്ല വൃത്തിക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ആ ചേഞ്ച് കാണാൻ പറ്റും, നമ്മുടെ റിലേഷൻഷിപ്സിൽ ആ ചേഞ്ച് കാണാൻ പറ്റും, തോട്ട് പ്രോസസ്സിൽ കാണാൻ പറ്റും. നമുക്ക് കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു വാല്യൂ ആയിക്കോട്ടെ, അത് മാറും. എനിക്ക് ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളത് അതാണ്. ഇന്ന് എന്നെ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ഐ എം ഷുവർ അത് എന്ത് ടോപ്പിക് ആയിക്കോട്ടെ, ഒരു വസ്തു എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പുറത്തിരിക്കുന്ന ഒരാൾ അറ്റ്ലീസ്റ്റ് സംസാരിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഐ കീപ് ഇറ്റ് എന്റർടൈനിങ്. സോ മെയിൻലി പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ചേഞ്ച് ഭയങ്കരമായിട്ട്. ഓക്കെ, ഞാൻ എല്ലാവരും പറയും കേട്ടോ, ഇഫ് യു വോണ്ട് ടു ബി എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ക്രിയേറ്റ് കോണ്ടന്റ്. അത് വീഡിയോസ് തന്നെ ആവണമെന്നില്ല, എഴുത്താവാം, ഡിസൈൻ ആവാം, വീഡിയോസ് ആവാം, ഓഡിയോസ് ആവാം, എന്തും ആവാം. ഉള്ളിലുള്ള ഐഡിയ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അത് സംഹൗ ഒരാൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതെങ്ങനെയാവാം, ദാറ്റ് വിൽ ചേഞ്ച് യു ലൈക്ക് എനിത്തിങ്. നമ്മൾ പോലും അറിയാതെ അത്ര നമുക്ക് മാറ്റം ഉണ്ടാക്കി തരും.
സോ ഇന്നത്തെ ഈ റിസ്വാൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം മാത്രമല്ല, ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോർ ദാൻ കോണ്ടന്റ് ക്രിയേഷൻ ആർട്ടിക്കുലേഷനാണ്. അതായത് കോണ്ടന്റ് ക്രിയേഷൻ ഇസ് വൺ വേ, ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു വേ ആണ്. ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന വേറൊരു മറ്റൊരുപാട് മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ചാനൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ എല്ലാത്തിനും ഏതിനും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും PDFs ഉണ്ടാക്കും, ഡോക്യുമെന്റ്സ് ഉണ്ടാക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളായിരിക്കാം. അപ്പം ഈ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒന്നുകിൽ റിട്ടേൺ ആയിട്ടായിരിക്കാം, പല രീതിയിൽ ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സെഷൻസിലൂടെയായിരിക്കാം, പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, കോണ്ടന്റ് ക്രിയേഷൻ യെസ് ഓഫ് കോഴ്സ് ഒരുപാട്. അത് ഞാൻ എന്ന വ്യക്തി ബിയോണ്ട് ഓൾ ഓഫ് ദിസ്, ഇപ്പം ഹാക്കാൻ നടക്കാനുണ്ടായ ഒരു റീസൺ കോണ്ടന്റ് ക്രിയേഷൻ ആണ്. വാട്ട് എവർ ഐ ആം കോണ്ടന്റ് ക്രിയേഷൻ ആണ്. എല്ലാം ഒരുപാടുണ്ട് അതിനകത്ത്, ഒരുപാട് കോണ്ടന്റ് ക്രിയേഷൻ കാരണം വന്നിട്ടുണ്ട്. ഈ 2026 കണ്ടന്റ് ക്രിയേഷൻ പത്രക്ക് ഒരു വീട്ടിൽ നോക്കിയാൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ നിർബന്ധം, ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ ക്രിയേറ്റിംഗ് കണ്ടന്റ് റിലവൻ്റ് ആണോ? ഫോർ ഷുവർ. ഞാൻ ഇങ്ങനെ ഇട്ടുതരാം. അതായത് 2 തരം മനുഷ്യന്മാരുണ്ട്. പീപ്പിൾ ഹു ആർ ഗുഡ് അറ്റ് സംതിങ് ആൻഡ് പീപ്പിൾ ഹു ആർ നോൺ ടു ബി ഗുഡ് അറ്റ് സംതിങ്. ഇപ്പോൾ ഒരാൾ ശരിക്കും ഭയങ്കര അടിപൊളി ടാലൻ്റ് ആയിരിക്കും, എന്നാൽ ഇയാൾ ടാലൻറ്റോ ഉണ്ടാവും, ചിലപ്പം കുറച്ച് കഴിവുണ്ടാവും, അതിന് അയാൾ അറിയപ്പെടുന്നുണ്ടാവും. ഈ നല്ല ടാലൻ്റ് ഉള്ള ആർക്കും അറിയാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇയാളെക്കാൾ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇയാൾ ആർക്കും അറിയില്ല, ഇയാൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. എന്നാൽ ഇയാളെ കുറച്ച് പേർക്ക് അറിയാം, അത് കാരണം അയാൾക്ക് ഓപ്പർച്യൂണിറ്റി വരും ചെയ്യും. വെരി സിമ്പിളാണ്. 2 ഡോക്ടർമാരുണ്ട് വിചാരിക്കാം. ഒരു ഡോക്ടർ വെരി ഫ്രഷർ ആയിട്ടുള്ളൊരു ഡോക്ടർ വെക്കാം, അയാൾ ഇങ്ങനെ ഓരോ സാധനം എടുത്തിട്ട് മേ ബി സ്റ്റാറ്റസ് ഇടുന്നു, സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നു നോക്കാം. വേറൊരു ഡോക്ടർ, ഒരു 10-20-25 കൊല്ലം ആയിട്ടുള്ളൊരു ഡോക്ടർ നോക്കാം, അയാൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അയാളെ യാതൊരാൾക്കും അറിയാൻ ചാൻസ് ഇല്ല. കാരണം വേറൊന്നുമല്ല, അയാൾ ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ പേരും ഉണ്ടാവും, ചിലപ്പോൾ അയാളെ വർഷങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുമായിരിക്കും. എന്നാൽ ഇപ്പം ഞാൻ ലെറ്റ്സ് പുതിയൊരു കേസ് വരികയാണ്, ആർക്കെങ്കിലും എൻ്റെ ഫ്രണ്ടിനോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവം നടക്കുകയാണ്, എൻ്റെ മൈൻഡിൽ ആദ്യം ഓടുന്നത് എന്തായിരിക്കും? ഇയാളെ ഞാൻ കണ്ടിട്ട് ഇയാളായിരിക്കും. സോ ഇൻവിസിബിലിറ്റി ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്രോബ്ലം നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് അങ്ങനെയൊന്നും ഞാൻ അതിനെ ലേബൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വിസിബിലിറ്റി ക്രിയേഷൻ എന്നാണ്. എനിക്ക് വേണ്ട വിസിബിലിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്തിടത്തോളം ആരും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, എനിക്ക് വേണ്ടി വാദിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുന്നുണ്ടാവില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുക, ഹനാൻ ഷാ. ഹനാൻ നന്നായിട്ട് പാട്ട് പാടുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഹനാൻ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നില്ല എന്ന് വെക്കുകയാണ്. ഹനാൻ പുറത്തുനിന്ന് കണ്ടന്റ് പോട്ടെ, സ്റ്റേജ് കയറി പാട്ട് പാടാൻ റെഡി ആവുന്നില്ല എന്ന് വെക്കുകയാണ്. മേ ബി സ്കൂളിലോ കോളേജിലൊക്കെ ഉണ്ട്. നോബഡി വിൽ നോ ഹു ഹനാൻ ഷാ. ഒരാളും ഹനാൻ ഷാ എന്നുള്ളൊരു ടാലന്റിനെ കണ്ടെത്താൻ ഒരു സാധ്യതയില്ല. കാരണം എനിക്ക് ടാലന്റ് ഉണ്ട്, ഇന്നൊരിക്കലും ലോകം തിരിച്ചറിയുന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും അതിന് വേണ്ടിയിട്ടായിട്ട് ഒരു സംഭവം ചെയ്യുന്നില്ല. സോ ഇവിടെയാണ് പല ആൾക്കാരും ലക്ക് എന്നുള്ള സാധനം കൊണ്ട് പ്ലേസ് ചെയ്യുക. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലക്ക് ഈസ് ബീങ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ്. ആൻഡ് ആ റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം ഒക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് കോണ്ടന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കുള്ള ഈ ഡെമോക്രറ്റൈസ്ഡ് ആയിട്ടുള്ള മേ ബി ഇന്റർനെറ്റ് പോലുള്ളൊരു സ്പേസ് വെച്ചിട്ടായിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ ലക്ക്. സോ കണ്ടന്റ് ക്രിയേഷൻ ഇപ്പോഴും ചെയ്താൽ വിസിബിലിറ്റി കൂടും, അതുവഴി മോർ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കാണണ്ടുള്ളൂ. ഞാൻ ഇന്ന് പറയാം, എല്ലാ വീട്ടിലും ക്രിയേറ്റേഴ്സ് ഉണ്ടാവണമെന്ന് ഞാൻ പറയും. അത് വ്യൂസിന് വേണ്ടിയിട്ടായിട്ട്, ഇവിടെ നേരത്തെ പറഞ്ഞു വ്യൂസിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ഒന്നല്ല. ഒന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ, 2 നമ്മൾ എന്നൊരാള് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ലെറ്റ്സ് ഒരു 10 ആൾ അറിഞ്ഞാൽ മതി. അത് ഒരു ഉപകാരം ഇല്ലാത്ത ലെറ്റ്സ് ഒരു 1 മില്യൺ ആൾക്കാരുണ്ട്, അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് കോറായിട്ടുള്ള ലെറ്റ്സ് ഒരു 100-200 പേര് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ. സോ ബൈജൂസിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ റിസോൺ കല്യാണോ? ഇനീഷ്യൽ സ്റ്റേജിലല്ല, ഐ തിങ്ക് ബൈജൂസ് ഞാൻ ജോയിൻ ചെയ്യുന്ന മുന്നേ ഉണ്ടോ? ബൈജൂസ് ആകുന്നതിന് മുന്നേ ഞാൻ അവിടെ ഉണ്ട്. എങ്ങനെ അവിടെ എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ജേണി സ്കെയിൽ ചെയ്ത സമയത്ത് നിങ്ങൾ അവിടെ തന്നെ അല്ലേ? ഞാൻ അവിടെ ഉണ്ട്. ആ ഒരു ജേണി ഒന്നും ഞാൻ ആക്ച്വലി ബൈജൂസിൽ എത്തണം എന്ന് വെച്ചിട്ട് ബൈജൂസ് എത്തിയാളെന്നല്ല, എനിക്ക് അറിയില്ലേനു ബൈജൂസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കമ്പനി ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലേനു. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് വെറുതെ ഇൻസ്റ്റയിൽ എന്തോ സംഭവം കണ്ടിട്ടായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അപ്ലൈ ചെയ്താണ്. ഞാൻ ഇന്റർവ്യൂ ഷെഡ്യൂളായി. എൻ്റെ ലൈഫിൽ ആദ്യത്തെ കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ കഴിഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു കോൾ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ അടുത്ത് ഷോർട്ട് ലിസ്റ്റായി. എപ്പോൾ വരാൻ പറ്റുന്ന ഞാൻ എപ്പോൾ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച പോയി ജോയിൻ ചെയ്തു. അവിടെ എത്തിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് എൻ്റെ ജോലി എന്നുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ മനസ്സിലായി എൻ്റെ ജോലി അവിടെ ട്യൂട്ടറിങ് ആണെന്നുള്ളത്.
അപ്പോൾ ആ ട്യൂട്ടറിങ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മറ്റേ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഐ വാസ് കോൺഫിഡൻറ്റ്. അങ്ങനെ ഞാനത് ചെയ്തു. എനിക്കറിയില്ല എനിക്ക് പറ്റിയൊരു റോളാണോ ജോബാണോ കാര്യമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഐ ടുക്ക് ദറ്റ് ചാൻസ്, ഐ ട്രൈഡ് ഇറ്റ് ഔട്ട്. എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ട്രൈ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റിയൊരു പണിയാണ്, എനിക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് നല്ലൊരു സ്പേസാണ്, കുറേ വാല്യൂ എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള സാധനം എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവിടെ എത്തുന്നത്. അങ്ങനെ ട്യൂട്ടറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ട്യൂട്ടേഴ്സിൻ്റെ ട്രെയിനിങ്ങിലേക്കായിട്ട് മാറി. പിന്നെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. അങ്ങനെയായിട്ട് മാറി. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ടീമാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പൈലറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം എൻ്റെ ഇനീഷ്യൽ ഒരു ടെസ്റ്റിംഗ് ഫേസിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 28 പേരാണ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു ക്ലോസ് ടു 5000 പീപ്പിളാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിഫറൻസ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്കെയിൽ ചെയ്യാനും, ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അങ്ങനെ സ്കെയിലായി. ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്കെയിൽ ചെയ്യാനും അവിടെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനും അതിൻ്റെ അതായത് ഇപ്പം നമുക്ക് 0 to 1 മേ ബി 0 to 10 ഫേസിലേക്ക് വരെ വർക്കൗട്ട് ചെയ്യിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയിട്ടുണ്ടായി. ഈ ഡയറക്റ്റ് അതിൻ്റെ ഫൗണ്ടേഴ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള യെസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബൈജൂസ് കോവിഡിൻ്റെ സമയത്ത് വി ഹാഡ് എ വെരി ബിഗ് ഗ്രോത്ത്. അത് ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായി. ഓവർനൈറ്റ് മില്യൺസ് ഓഫ് ആൾക്കാർ വരുന്ന രീതിയിലായിട്ടുള്ള സംഭവം ഉണ്ടായി. ആ സമയത്ത് വി വർക്കിംഗ് ഓൺ എ പ്രൊഡക്റ്റ്. വി ഡിസൈഡഡ് നമ്മളൊരു 1 to many പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ആൻഡ് ആ പ്രൊഡക്റ്റിൻ്റെ ഫ്രം ബിഗിനിങ് ടു അതിൻ്റെ എക്സിക്യൂഷൻ ടു അതിൻ്റെ സ്കെയിലിംഗ്, പാൻ ഇന്ത്യ സ്കെയിലിംഗ് വരെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അത് ഫുൾ ഫ്രം ഫൗണ്ടിങ് ടീം, മാനേജ്മെൻറ്റ് ടീം എല്ലാമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെ പേഴ്സണലി കുറച്ചൊക്കെ അറിയാം. കുറച്ച് ഞാൻ ഐ മീൻ ഇപ്പം സേ ബൈജൂസിൻ്റെ അവരെ ഇന്റൻഷൻ, അവരെ ഒക്കെ അറിയാം. സോ എന്തുകൊണ്ടായിരിക്കും അവരെ ഐ ചൂസ് ടു നോട്ട് കമൻറ്റ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഇഫ് ഐ വർ ടു ടോക്ക് അബൌട്ട് ബൈജു അല്ലെങ്കിൽ ദിവ്യ അല്ലെങ്കിൽ വിനയ് ഒക്കെ പോലുള്ള അവിടുത്തെ മേജർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്റൻഷൻ വാസ് നെവർ ബാഡ്. ദേ ഹാഡ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ഫസ്റ്റത്തെ ടെക് പ്ലാറ്റ്ഫോം അവരല്ല, അല്ലല്ല, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അവരായിരുന്നു തോന്നുന്നു. അതിന് തോന്നുന്നില്ല അവരായിരുന്നു. ലൈക്ക് ഇന്നും, അതായത് ഇന്നും ആ ലെവൽ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, സംഭവം ആയിക്കോട്ടെ, ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നോബഡി. ഐ തിങ്ക് ബൈജൂസ് ലിറ്ററലി ബൈജൂസ് അല്ലാണ്ടായിട്ട് ഒരു മിനിമം 3-4 ഇയേഴ്സിൻ്റെ അടുത്തായിട്ടുണ്ട്. ലിറ്ററലി ഇന്നും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് മീറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു ഐ തിങ്ക് ഒരു 50% പോലും മീറ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. ഇറ്റ് വാസ് ദാറ്റ് ഗുഡ്. അത്രയും വാല്യുഡേഷൻ ആയിരുന്നു. ഐ ബിലീവ്ഡ്, അത് ഞാൻ അവിടെയുള്ള സമയത്ത് ഐ ഹാഡ് എ ബിലീഫ് ദാറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് മൈ ഹോൾ ആങ്കർ ഓഫ് ബീയിങ് ദെയർ. അപ്പം ബൈജൂസ് കുറേ സ്പെക്കുലേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഐ ഹാഡ് പോസ്റ്റഡ് അബൌട്ട് മൈ എക്സ്പീരിയൻസ്. കാരണം എന്നെ ഞാനാക്കിയിട്ടുള്ളത് ബൈജൂസിൽ ഭയങ്കര പങ്കുണ്ട്. ഇങ്ങനെ അവിടെ ഉള്ള സമയത്ത് ഐ ഹാഡ് ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഐ കുഡ് പോസിബിളി ക്യാൻ. അതിന് പല റീസൺസ് ഉണ്ട് കേട്ടോ. എൻ്റെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ എഫേർട്ട് എടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഐ ഹാഡ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അവിടെ പല രീതിയിൽ ഇപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഒരുപാട് നെഗറ്റീവ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ. ഞാൻ ഐ ആം ടോക്കിംഗ് അബൌട്ട് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ മാനേജേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ ടീം ആയിക്കോട്ടെ, വി ഹാഡ് അറൌണ്ട് 4000 മെൻറ്റേഴ്സ്. 4000 മെൻറ്റേഴ്സ്. എൻ്റെ ടീം എന്ന് വെച്ചാൽ 4000 മെൻറ്റേഴ്സ് ആണ്. ഹോൾ മെൻറ്റേഴ്സിന് റിസോൺ കയറുന്നപ്പം എൻ്റെ ടീമായിരുന്നു. ഐ മീൻ ഓപ്പറേഷൻ സൈഡ് എൻ്റെ ടീമായിരുന്നു. കംപ്ലീറ്റ്ലി ലീഡ് എന്നുള്ളതിലേക്കായിട്ടില്ല. ഐ ഹാഡ് ദാറ്റ് ടീം. എനിക്ക് മാനേജേഴ്സ് ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് മാനേജേഴ്സൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. വേറെ പല ഇതിൻ്റെയൊക്കെ കോർഡിനേഷനൊക്കെ ആയിട്ട് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ 4000 മെൻറ്റേഴ്സ് ഉള്ള ഒരു ടീമാണ്. ജസ്റ്റ് ഇമാജിൻ, ഈ 4000 മെൻറ്റേഴ്സും വെരി പാഷനേറ്റ് ആയിട്ടുള്ള സേ ബയോളജി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, ഫിസിക്സ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, വെരി പാഷനേറ്റ് ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. എവ്രിബഡി വാണ്ടഡ് ടു എഡ്യൂക്കേറ്റ്, എവ്രിബഡി വാണ്ടഡ് ടു കോൺട്രിബ്യൂട്ട്. ഓരോ കുട്ടിയുടെ ഒരു സക്സസ് സ്റ്റോറി കാണുന്ന സമയത്തും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ലിറ്ററൽ എൻ്റെ ടീം ഉണ്ടായിരുന്നത്. ലൈക്ക് ഐ കുഡ് വൗച്ച് ഫോർ ദാറ്റ്. കാരണം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, അത് ഈ പഠിക്കാൻ വൈകിയുള്ള കുട്ടികളായിക്കോട്ടെ, അതേപോലെ തന്നെ തീരെ പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് സ്കൂളിൽ താല്പര്യം കാണിക്കാത്ത കുട്ടികളായിക്കോട്ടെ, പാരൻസ് ഒക്കെ വന്നിട്ടായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കൊണ്ട് പറയും നിങ്ങളുടെ ക്ലാസ്സിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സമയത്ത്, നമ്മളെ മൊത്തത്തിൽ ടീമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന സമയത്ത് എന്തോ വി ഫെൽറ്റ് ലൈക്ക് വി ഡൂയിങ് സംതിങ്. അത് അവിടെയുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് what went wrong maybe there, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ they acquired a lot of companies. കുറേ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു, ലീഡർഷിപ്പ്
ആൻഡ് സീനിയർ റോൾസിലേക്കൊക്കെ ഈ വരുന്ന കമ്പനീസിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി വിഷൻ അലൈൻമെൻ്റ് ആയിരിക്കാം, എക്സിക്യൂഷൻ ആയിരിക്കാം, കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം, മേ ബി ദേ ഗ്രൂ വെരി ഫാസ്റ്റ് എന്നുള്ള സാധനമായിരിക്കാം, ഇതൊക്കെ ആയിട്ടായിരിക്കാം. ഐ ബിലീവ് സോ. ആൻഡ് ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇന്നും ഇഫ് ഐ ഹാഡ് റെഡ് കുറേ റീസെൻറ്റ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായി ദേ ബിൽഡിങ് എ പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ. ഐ എം വെരി ഷുവർ ഇഫ് അയാൾ വീണ്ടും ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചോദിക്കാൻ വന്നത് ബൈജൂസ് എന്തായാലും തിരിച്ചു വരുത്തുണ്ടാവില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ബൈജു രവീന്ദ്രൻ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ രാജമാനിന്റെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ഇതേപോലെ മുപ്പതേ കണ്ടിരുന്നു കുറേ മുന്നത്തിൽ. അതിലാള് കാണുമ്പോൾ ഓക്കെ, ആ സമയം ആ ഒരു വീഡിയോ പോഡ്കാസ്റ്റ് കാണുന്നവരെ എനിക്കുള്ള പെർസ്പെക്റ്റീവ് ആയിരുന്നില്ല മൂപ്പരോട് ഉണ്ടായിരുന്നു. ഞാനും സെയിൽസിൽ കുറേ എന്തൊക്കെയോ നടത്തിയിരുന്നു, അങ്ങനെയൊക്കെ ഞാനും കേട്ടത്. പിന്നെ മാറി. അതേ ചോദിച്ചത്, ഇപ്പോൾ ആളിനൊരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാണെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ, സ്കെയിൽ ചെയ്യാൻ ചാൻസ്? ഷുവർ. അയാൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ANIക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായി. അതിനകത്ത് ഇതേമാതിരി ഹി പബ്ലിക്കലി ടോൾഡ് നമ്മളൊരു പ്രൊഡക്റ്റ് കംബാക്കിന് വേണ്ടിയിട്ടായിട്ട് സാധനം ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ദേ ബീൻ ഇൻവെസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സൈഡിൽ തന്നെ വേറെ എന്തോ സംഭവമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഐ ഷുവർ ഹീസ് എ വെരി ഗ്രേറ്റ് എഡ്യൂക്കേറ്റർ, വെരി ഗുഡ് ടീച്ചർ, എഡ്യൂക്കേറ്റർ പോട്ടെ, വെരി ഗുഡ് ടീച്ചർ. ആൻഡ് ഐ തിങ്ക് ഒരു ടീച്ചർ എന്നും ടീച്ചറാണ്, അതൊരിക്കലും അയാളുടെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഐ ബിലീവ് ഐ എം എ ടീച്ചർ, ഐ ബിലീവ് ഐ എം എ മെൻറ്റർ. എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് എവർ ഹാപ്പൻസ് നാളെ എൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് അത് ഒരിക്കലും കളയാൻ പറ്റില്ല. അത് എൻ്റെ എല്ലാ ആസ്പെക്റ്റിലും കാണുന്നുണ്ടോ. ഹീസ് എ വെരി ഗുഡ് ടീച്ചർ, എക്സെപ്ഷണൽ ടീച്ചർ. അത് അയാളുടെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ആരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാലും ഒരിക്കലും പോലും ബൈജു ആസ് എ പേഴ്സൺ ഐ ഡോണ്ട് തിങ്ക് എനിബഡി വിൽ സേ അയാൾ ആൾക്കാരെ പറ്റിക്കാൻ ചെയ്തതാണെന്ന്. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് ഹി വുഡ് ഹാവ് ഡൺ ദാറ്റ്. അയാളുടെ വിഷൻ അങ്ങനെ ആയിരുന്നില്ല. അത് അയാളെന്ന് മാത്രമല്ല, ഐ തിങ്ക് ഈവൻ ദിവ്യ അല്ല വൈഫ്, ഐ തിങ്ക് ഈവൻ വിനയ് എന്ന് പറയുന്നത്, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട് ഡെസ്റ്റിനേഷൻ, അവിടുത്തെ പ്രൊഡക്റ്റ് കൈ എന്തോ ആയിരുന്നു തോന്നുന്നു. ഇനീഷ്യൽ ഫസ്റ്റ് ഫൗണ്ടിങ് ടീമാണ്. സോ ഓൾ ഓഫ് ദിസ് പീപ്പിൾ എക്സെപ്ഷണൽ പീപ്പിൾ ആയിരുന്നു. ഐ ഹാഡ് ദ ബെസ്റ്റ് ടൈം. നമുക്കിപ്പോൾ ഒരു പ്രൗഡ്, ഐ എം വെരി പ്രൗഡ്. ഞാൻ ഇന്നും ഞാൻ ബൈജൂസിനെ വെച്ചിട്ടായിട്ട് ഇന്നും ഞാൻ ചെയ്യുന്ന എനിക്കറിയുന്ന പല കാര്യങ്ങളും ഐ ഹാഡ് ദ എക്സ്പോഷർ ബൈജൂസ് എന്നാണ്. ഇഫ് ഞാൻ ബൈജൂസിലെത്തി അറിയാതെ പോലും ഞാൻ ബൈജൂസിലെത്തിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഞാനിപ്പം വാട്ട് എവർ വി ആർ ബിൽഡിങ് ഇറ്റ് വുഡ് ബി പോസിബിൾ എന്നുള്ളത്. കാരണം എനിക്ക് എഡ്ടെക്കിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ A to Z എക്സ്പോഷർ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സെയിൽസ്, മാർക്കറ്റിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സ്കെയിൽ ഡിഫറെൻ്റ് ആണ്, ഓഫ് കോഴ്സ്. അത് അവിടെയുള്ളത് നേരെ ഇവിടെ അപ്ലിക്കബിൾ അല്ല. പക്ഷേ ഐ ഹാഡ് ദ ബെസ്റ്റ് ടൈം വർക്കിംഗ് ദർ. സോ അവിടെ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഹാക്കിലേക്കാണോ? ഡയറക്റ്റ് ഹാക്കിലേക്കാണ്. പക്ഷേ മീൻവൈൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഐ വാസ് ബിൽഡിംഗ് ഫ്യൂ സ്റ്റാർട്ടപ്സ്. ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവിടുത്തെ ഒരു ലാസ്റ്റ് 6 months സമയത്ത് ഐ വാസ് ബിൽഡിംഗ് എൻ NFT മാർക്കറ്റ് പ്ലേസ്. ബൈനാൻസിൻ്റെ ഒക്കെ ഒരു കോമ്പറ്റീറ്റർ ബിൽഡ് ചെയ്തായിരുന്നു. ബൈനാൻസിൻ്റെ കോമ്പറ്റീറ്റർ ബിൽഡ് ചെയ്തായിരുന്നു. ഞങ്ങൾ ഫണ്ട് റൈസിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടായി. പക്ഷെ ഒരു 6 മാസം ഞാൻ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കെന്തോ അതായിട്ടൊന്നും കണക്ട് ആവുന്നില്ല. ആൻഡ് പേഴ്സണലി കണക്ട് ആവുന്നില്ല. അതെനിക്ക് ആ ഒരു മേഖല വർക്കാവണില്ല, റെഡി ആവണില്ല. ഞാനൊരു CEO ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇഫ് ഞാനും ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഏരിയ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ആവുന്നില്ല, ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ബോണ്ട്, ആ ഒരു എനർജി, ആ ഒരു പാഷൻ, ആ ഒരു മീനിങ്, ദെൻ ഐ തിങ്ക് ഞാൻ അവിടുത്തെ റൈറ്റ് ചെയ്യുമല്ല. അത് ഐ വുഡ് ബി ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ മണി. അത് നോട്ട് എ റൈറ്റ് തിങ്. യു ഷുഡൻറ്റ് ബി ഡൂയിങ് ഇറ്റ് ജസ്റ്റ് ഫോർ മണി. യു നീഡ് എ പേർപ്പസ്, ഒരു മീനിങ് വേണം, ആ കണക്ഷൻ വേണം. ആൻഡ് അങ്ങനെ ഞാൻ അവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഒരു 6 months കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ കമ്പനീൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ടർ അല്ല അല്ലെങ്കിൽ CEO അല്ല. ഇറ്റ്സ് ബെറ്റർ യു ഡു ഇറ്റ് സംവേ. ഐ ഗേവ് അവേ ഓൾ മൈ ഷെയർസ്. എന്നിട്ട് കമ്പനി ഇപ്പോഴും ഉണ്ടോ? ആ കമ്പനി ഇല്ല, ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് കംപ്ലീറ്റ് ക്ലോസിംഗ്. ക്ലോസ് ചെയ്താണോ ഡിസോൾവൻസ് വിറ്റതാണ്. ഓക്കെ. സോ ഈ ഹാക്കർ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എന്താ, ഇവിടേക്ക് എങ്ങനെ എത്തി? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഞാനിവിടെ എത്തുന്നത് ഹാരിസ് ത്രൂ ആണ്. അത് ഹാരിസ്ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഐഡിയ മൂപ്പരതാണ്. ഹാരിസ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏജൻസി സ്റ്റാർട്ടഡ് ആയിരുന്നു, ഹാരിസൺ കോ സ്റ്റാർട്ടഡ് ആയിരുന്നു 2020. ഞാൻ ഹാരിസൺ കോയിലേക്കാണ് വന്നത്. ഞാൻ ഹാരിസൺ കോനെ മാർക്കറ്റ് ചെയ്യാനും ഹാരിസൺ കോന്റെ സ്ട്രാറ്റജിസ്റ്റുമായിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി ഹാരിസൺ കോയില് ഞാൻ ജോബ് കിട്ടിയതിരിക്കുന്ന സമയത്ത് ആ ഒരു പാക്കേജ് നല്ല ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഷുവർ. ഓക്കെ. ഞാൻ ബൈജൂസ് ലേൺ ചെയ്യുന്നതിൻ്റെ ഒരു 25% സാലറിക്കാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ആ ഡിസിഷൻ എടുക്കാനുള്ള റീസൺ ഐ ഡോണ്ട് നോ. ലൈക്ക് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ക്വിറ്റ് ചെയ്തൊന്നുമല്ല. ഞാനൊരു ജോബിന് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുൾ ടൈം എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യണം, കോണ്ടന്റ് ബിൽഡ് ചെയ്യണം. ആൻഡ് ഇവൻച്വലി എനിക്ക് അതൊരു എന്താ പറയുക എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് ബിസിനസ് ആക്കിയിട്ട് മാറ്റണം എന്നുള്ള പ്ലാനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് മൈ ഗോൾ. എനിക്കൊരു ലെറ്റ്സ് സേ അങ്കുർ വാരിക്കു, അലി അബ്ദാൽ കൈൻഡ് ഓഫ് മേജർ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്.
ആൻഡ് ദാറ്റ് വാസ് മൈ ഗോൾ ഇറ്റ് സെൽഫ്. അന്നും ആ സാധനമായിരുന്നു എനിക്ക്. ഫോർ ഷുവർ ഐ ന്യൂ എൻ്റെ കോളിംഗ് എഡ്യൂക്കേഷനിലാണ് ആൻഡ് ഐ ക്യാൻ ഡു വെരി ഗുഡ് ദെയർ. എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ക്വിറ്റ് ചെയ്തു. ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഹാരിസ് മെസ്സേജ് അയച്ചു. അങ്ങനെ ഐ തോട്ട് പറഞ്ഞു ഇങ്ങനെ ഹാരിസ് ആൻഡ് കോക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഹാരിസ് ആൻഡ് കോനെ മാർക്കറ്റ് ചെയ്യുക, ഹാരിസ് ആൻഡ് കോക്ക് വേണ്ടിയിട്ടായിട്ട് ക്ലയൻസിന് മറ്റൊക്കെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വരുന്നത്. ഫോർ മീ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഓക്കെ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ വെറുതെ അവിടെ പോവുക എന്നുള്ളതിലേക്കായിട്ട്. ഐ ഡിഡ്ന്റ് ലുക്ക് അറ്റ് സാലറി ആൻഡ് തിങ്ക്. പിന്നെ എനിക്ക് ഐ ന്യൂ ഹാരിസ്. ഞാൻ ഹാരിസിനെ കുറേ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. കണ്ടന്റ് ത്രൂ അല്ലേ? കണ്ടന്റ് ത്രൂ. ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള പരിചയമൊന്നുമില്ല. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, കാസർഗോഡ് ജില്ലക്കാരാണ്. കാസർഗോഡ് ജില്ലക്കാരാണ്, പക്ഷെ ഞങ്ങൾ രണ്ടറ്റത്താണ്, ഒരു പരിചയമില്ല, ജസ്റ്റ് സ്റ്റോറിക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. പക്ഷെ ഹാരിസ് ആസ് എ പേഴ്സൺ ഞാൻ എന്നും അഡ്മയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിപ്പം ഐസെൽ ഹാപ്പിനെസ് ആയിക്കോട്ടെ, സ്റ്റോറീസ് റെവല്യൂഷൻ ഇൻ ടൈമിലായിട്ടായിക്കോട്ടെ, ഹീസ് ബീൻ ആഡിങ് ഇമ്മൻസ് വാല്യൂ. സോ ഫോർ മീ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഓക്കെ ആളുടെ കൂടെ വർക്ക് ചെയ്യാം, പിന്നെ വുഡ് ബി ഗുഡ് എക്സ്പീരിയൻസ് എന്നുള്ളതിലേക്കായിട്ട്. ഞാൻ ഒരിക്കലും ഒരു ലോങ് ടേം അസോസിയേഷൻ ആയിട്ട് വന്നതുമല്ല. ഇവിടെ എത്തിയ സമയത്താണ് ഇവിടെ ഓൾറെഡി ഹാരിസ് ആൻഡ് കോ സ്റ്റാർട്ടഡ് ആണ്. ഐ മീൻ അക്കാദമി സ്റ്റാർട്ടഡ് ആണ്. ഹാരിസ് ആൻഡ് കോ അക്കാദമി ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐ ജോയിൻഡ് ഇൻ ഓഗസ്റ്റ്. ഇവിടെ അക്കാദമി സ്റ്റാർട്ട് ചെയ്തത് ജൂണിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഇവിടെ കാലിക്കറ്റ് മാർക്കറ്റേഴ്സിനെ കിട്ടാൻ ഹയർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ, ആൾക്കാരെ കിട്ടാതെ വന്നപ്പോൾ ഹാരിസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അക്കാദമി സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് അങ്ങനെ ലീഡ് ചെയ്യാൻ മാത്രമൊരു സംഭവമൊന്നുമില്ല. അവരിങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് പോലുള്ള പരിപാടിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അന്ന് ഹാദി ഉണ്ട്. ഐ മീൻ ഇനീഷ്യലി ഹാദി ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, ഹാദിയാണ് മൊത്തത്തിൽ ഞാൻ വരുന്ന സമയത്ത് ഹാക്കയുടെ അല്ലെങ്കിൽ ഹാരിസ് ആൻഡ് കോ അക്കാദമിയുടെ എവ്രിതിങ്. അതിന് ശേഷം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആളാണ് ഫസ്റ്റത്തെ ഹാക്കയുടെ എല്ലാം. ആൻഡ് ഞാൻ ഇവിടെ വന്നിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ കമ്മിങ് ഫ്രം എൻ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു എക്സ്പോഷർ എന്ന് വരുമ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ കുറേ ഇൻവോൾവ്മെന്റ് വരാൻ തുടങ്ങിയിട്ടാകുമ്പോഴത്തേക്ക് വി ഹാഡ് എ കോൺവെർസേഷൻ. ഹാരിസ് ഒരു പ്രപ്പോസൽ ഉണ്ടെന്ന്, ഇനി വൈ ഡോണ്ട് വി ബിൽഡ് ടുഗെദർ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഐ വോണ്ട് എ പാർട്ട്ണർ, വൈ ഡോണ്ട് വി കോഫൗണ്ട്. അങ്ങനെയാണ് ഹാക്കിന്റെ കോഫൗണ്ടർ ആവും ഹാക്കയുടെ ഹാരിസ് ആൻഡ് കോന്റെ. ഓക്കെ ഫൈൻ. സോ ഇപ്പം എങ്ങനെ പോകുന്നു ഹാക്ക? അൽഹംദുലില്ലാ നന്നായിട്ട് പോകുന്നു. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞങ്ങൾ ഓപ്പറേറ്റിംഗ് ആണ്. ഒരു 5000+ സ്റ്റുഡൻസ് നമുക്ക് പഠിച്ചിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് കോഴ്സസിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള മറ്റു കോഴ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലധികം പറ്റിയിട്ടുണ്ട്. പക്ഷെ പെയ്ഡ് ആയിട്ടുള്ള ഒരു 5000+ സ്റ്റുഡൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഒരു 1200+ ഡയറക്റ്റ് പ്ലേസ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അൽഹംദുലില്ലാ അങ്ങനെ നന്നായിട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഒരു 4 കോർ വിഷൻ. നമ്മുടെ കോർ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു വെരി സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളാണ്. ഞാൻ 2019 എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു കാരണം എനിക്ക് പഠിച്ചിറങ്ങി ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ലാതെ ഇറങ്ങിയിട്ട് വരുന്നത്. എനിക്ക് ജോലി വേണ്ട. എവിടെ പഠിച്ചത്? ഞാൻ മംഗലാപുരത്ത് പഠിച്ചത്. എനിക്ക് ജോലി വേണ്ട, ക്യാമ്പസ് പ്ലേസ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ചോരത്തളപ്പിന് ഇറങ്ങിയിട്ട് വന്നതാണ്. അപ്പം കോളേജ് കഴിഞ്ഞ് ഇറങ്ങി പറ്റിയെന്നാണ് അയ്യോ ഇതിൻ്റെ റിയാലിറ്റി ഞാൻ അറിയുന്നത്. പക്ഷെ സംഭവം എനിക്ക് 2 മാസത്തിൽ വിത്തിൻ 2 months എങ്കിലും ജോലി കിട്ടി. ഞാൻ ബൈജൂസ് ജോയിൻ ചെയ്തു. പക്ഷെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും ജോലി ഒക്കെ കിട്ടാതിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കസിൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഞാൻ ഈ സംഭവം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഐ സംവെയർ ന്യൂ ദാറ്റ് കോളേജ് ഡിഗ്രീനെ കൊണ്ട് യാതൊരു കാര്യമില്ല. എനിക്ക് തന്നെ ഞാൻ 3rd സെമസ്റ്റർ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റിയ പണിയല്ല. അപ്പോൾ ഞാൻ അവിടെ കോളേജിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്, കോളേജ് എന്തായാലും പോയി എന്നറിയാം, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൈസ അടച്ചതുകൊണ്ട് അവിടെ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ബൈജൂസിൽ ഒരു 1.5 years ആയ സമയത്ത് ഐ ജോയിൻ ഫോർ എൻ MBA ഡിസ്റ്റൻ്റ് ആയിട്ട്. മൈ ഇനീഷ്യൽ ഗോൾ വാസ് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാം പ്രോസസ്സൊക്കെ ചെയ്ത് അഡ്മിഷനൊക്കെ ആയി. ഐ ഗോട്ട് ഒരു 2-3 യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷനൊക്കെ കിട്ടി. മെറിറ്റ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പുറത്ത്. എന്നിട്ട് ഞാൻ പോയില്ല വെച്ചാൽ സംഹൗ ലാസ്റ്റ് ഫീസ് അടക്കുന്ന ഒരു സമയത്ത് ഒരു 1 month മുന്നേ ഐ ഹാഡ് ദിസ് ഫീലിംഗ്, ഞാൻ പുറത്ത് പോയി പഠിച്ചിട്ട് ഇത് ചെയ്യേണ്ട ഒരാളല്ല. സംവെയർ എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതാണ് എൻ്റെ കോളിംഗ് എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് മൊമെൻ്റ് അത് ബാക്ക് ഡൗൺ ചെയ്തു. പക്ഷെ സ്റ്റിൽ എനിക്ക് MBA ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ഡിസ്റ്റൻ്റായിട്ട് പുറത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിസ്റ്റൻ്റായിട്ട് ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻ്റായിട്ട് MBAക്ക് ജോയിൻ ചെയ്തു. ഒരു 6 മാസം ഞാൻ MBA, ഒരു 5.5 months ആയപ്പോഴേക്കും ഞാൻ MBA ക്വിറ്റ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. റീസൺ ബീങ് പറഞ്ഞാൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി
ഞാൻ ഓൾറെഡി കുറച്ച് ധാരണയൊക്കെ ബിസിനസ് പൊട്ടിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്, കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുൾ തിയററ്റിക്കലാണ്, പ്രൊഫസേഴ്സാണ് പഠിപ്പിക്കുന്നത്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേറെ പുറത്തുനിന്ന് ഇങ്ങനെ കുറച്ച് എക്സ്പേർട്സ് വരുന്നു, എൻ്റർപ്രണേഴ്സ് വരുന്നു, അവർ സംസാരിക്കുന്നു. ദാറ്റ് ഫെൽറ്റ് വെരി ഗുഡ്. പക്ഷേ സെഷൻസ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഇറ്റ് വാസ് ഫുൾ തിയറി, ഫുൾ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതെല്ലാം എനിക്ക് വേണ്ടേ. എനിക്ക് വേണ്ടത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ഇപ്പം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് പഠിക്കണതും ഒരു പ്രൊഫസറുടെ അടുത്ത് നിന്ന് ഒരു കാര്യം പഠിക്കണതും രാവും പകലും ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ക്വിറ്റ് ചെയ്തു. ഞാൻ കോളേജിൽ ചെയ്യാത്തൊരു സംഭവം ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തില്ല. കോളേജിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് വെച്ചാൽ ആ എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നില്ല. ഞാൻ ക്വിറ്റ് ചെയ്തു. ക്വിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഐ തിങ്ക് ഒരു 2 വർഷത്തിനിടയിൽ ഏകദേശം ഒരു 4 lakh rupees ഐ ഹാവ് സ്പെൻഡ്. ഇന്നൊന്നല്ല, അന്ന് ഏകദേശം 50-ലധികം പ്രോഗ്രാംസ് ഞാൻ അന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കോഴ്സിന് വേണ്ടി 4 lakh സ്പെൻഡ് ചെയ്തു. അതിന്റെ മേലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് യൂഡമി ഒന്നല്ല, ലൈക്ക് ഐ വെന്റ് ഓൺ ടു ഫോളോ സർട്ടൻ പീപ്പിൾ, അവരെ കോഴ്സസ് എടുക്കുക, ഓരോ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോവുക, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക, കോഴ്സസ് അറ്റൻഡ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നും അതിൻ്റെയൊക്കെ വോൾട്ട് ഒരുപാടുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്കൊന്നൊരു 3-4 വർഷമൊക്കെ മുന്നേ, 2-3 വർഷമൊക്കെ മുന്നേ വരെ ഞാനൊരു 53 പ്രോഗ്രാംസ് ഒന്നും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 years ടൈം ലൈനിൽ എടുക്കാത്തായിട്ടുള്ള ഡൊമൈൻസ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ എടുത്തിട്ട് ഐ ഹാവ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ഫോർ എ ഫാക്ട് ദാറ്റ് നമ്മൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോണ്ടന്റ് എഴുതാനായിട്ട് ഒരു കോണ്ടന്റ് എഴുതുന്ന ഒരാളടുത്ത് പോയിട്ട് പഠിക്കുന്നതും ഒരു ടീച്ചർ അടുത്ത് പോയിട്ട് പഠിക്കുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ സോൾവിങ് അറ്റ് ഹാക്ക് ഓൾസോ. അതായത് നമ്മൾ ഹാക്ക തുടങ്ങാണ്ടായിരുന്ന ഒരു റീസൺ ബീങ് വെച്ചാൽ നമുക്ക് ടാലന്റ് കിട്ടാനും ടാലന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ മാർക്കറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വി ആർ ഫോളോയിങ് ദ സെയിം ഫിലോസഫി ഫ്രം ഡേ വൺ. പ്രാക്ടീഷണേഴ്സ് പ്യൂർലി an ecosystem. അത് ഹാരിസൺ കൊണ്ട് അത് ഇൻഡസ്ട്രി എക്സ്പോഷർ ഉണ്ട്, വർക്ക് ഉണ്ട്, ലേൺ ബൈ ഡൂയിങ്, അല്ലെങ്കിൽ ലേൺ ഫ്രം പീപ്പിൾ ഹു ഡു തിങ്സ്. ഇതാണ് ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ലെറ്റ്സ് എനിക്ക് ഒരു ഹാർഡ് കോൾ എന്തെങ്കിലും എന്നാലും എടുക്കണം. പക്ഷെ എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന സംബന്ധിച്ച് ഞാൻ ആദ്യം ചിന്തിക്കും, എൻ്റെ കോൺടാക്റ്റിൽ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. ഞാനിനി അയാൾ എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ അയാളെ ഞാൻ പോയി കാണും, ഇരിക്കും, സംസാരിക്കും, അയാളെ POV എടുക്കും. ശേഷം അങ്ങനെ പഠിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുക. ഇപ്പം ഇന്ന് രാത്രിയിലും ഒരു കോൾ ഉണ്ട്, സെയിം സിമിലർ പർപ്പസ് ആണ്. സോ മൈ ഫിലോസഫി, ഹാരിസിൻ്റെ ഫിലോസഫി, എല്ലാവരുടെ ഫിലോസഫിയും സെയിം ആണ്. ഞങ്ങൾ എല്ലാവരും എന്ത് കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകുന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ യു ടേക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആസ് തിങ്, വി ആർ വൺ among the top. വി ആർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, വൺ ഓഫ് ദ ലാർജസ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ എൻറ്റിറ്റിയാണ് ഹാക്ക എന്ന് പറയുന്നത്. അതാണ് ബിൽഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഗോൾ വെച്ചാൽ സ്കിൽ, അതായത് ഇൻഡസ്ട്രി ആൻഡ് ജോബ് അല്ലെങ്കിൽ നോളജും ജോബ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഷോർട്ടൻ ആക്കുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ റിസ്വാൻക 9 to 5 ജോബും ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഞാൻ പല ആൾക്കാരുടെ നിന്ന് കാണുന്ന ഒരു സംഭവമാണ് ഈ 9 to 5 ജോബ് തീരെ ഇഷ്ടമല്ല, അത് കിട്ടിയിട്ട് ഞാൻ നേരെ ബിസിനസ്സിലേക്ക് പോവുകയാണ്, എനിക്ക് ഒരാളിനെ ഓർഡർ ചെയ്യുന്നത് ഇഷ്ടമല്ല. ആ കോൺസെപ്റ്റിനോടുള്ള റിസ്വാൻകൻ്റെ എന്താ? അതായത് 9 to 5 ജോബ് ചെയ്യാൻ ചടപ്പിനെ കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര എതിർപ്പാണ്. ആൻഡ് എനിക്ക് തീരെ ടു പുട്ട് ഇറ്റ് ഇൻ വെരി ഫ്രാങ്ക്, എനിക്ക് തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് 9 to 5 ഭയങ്കര തീരെ വർക്കാവണില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് ബിസിനസ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. കാരണം ബിസിനസ് എന്ന് പറയുന്നത് 9 to 5 അല്ല, ഇറ്റ് ഈസ് എവറി ഡേ 7 days a week പരിപാടിയാണ്. അതിലങ്ങനെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ 2 മണിക്കൂർ വർക്ക് ചെയ്യും, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 15-18 മണിക്കൂർ വർക്ക് ചെയ്യും. നമ്മൾ 9 to 5 ഇസ് ഗുഡ്, ഓൺടർപ്രണർഷിപ്പ് ഇസ് ഓൾസോ ഗുഡ്. രണ്ടിനും രണ്ടേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിസ്ക് എടുക്കാൻ റെഡി ആവുന്നു എന്നുള്ളതാണ്. ആൻഡ് എല്ലാവർക്കും എല്ലാ ടൈപ്പ് ഓഫ് റിസ്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. സോ 9 to 5 ഇസ് നോട്ട് ബാഡ്, ഓൺടർപ്രണർഷിപ്പ് ഇസ് ഓൾസോ നോട്ട് ബാഡ്. 9 to 5 ജോബ് ഇഷ്ടമല്ലാത്തതിനെ കൊണ്ട് ഒരിക്കലും. കാരണം ഞാൻ അതിന് മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അവരും ഇതേപോലെ 9 to 5 ജോബ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. അവരുടെ അടുത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് 9 to 5 ജോബിനെക്കാട്ടി എത്രയോ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണം, ഇവിടെ 24/7 ആണ്. അവർ ഹാർഡ് വർക്ക് ചെയ്യണതും അവർ അതിൻ്റെ മുകളിൽ ടൈമും മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് 9 to 5 ജോബ്
ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതായത് 9 to 5 ജോബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അതൊരിക്കലും ഓൺടർപ്രണർഷിപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. സെയിം വേ ഓൺടർപ്രണർഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്, അത് നമുക്ക് ഒരിക്കലും 9 to 5 കിട്ടൂല. സോ രണ്ടും ഡിഫറെൻറ്റ് ട്രേഡാണ്, രണ്ടും വെരി ഗുഡാണ്. അതായത് ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം എൻ്റെ കമ്പനിക്കാരിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തരത്തിൽ നല്ല വൃത്തിക്ക് പോകുന്ന ആൾക്കാർ എല്ലാവരും 9 to 5 ചെയ്യുന്ന ആൾക്കാരാണ്, ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിസിനസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ലിറ്ററലി പറയാന്ന് വെച്ചാൽ പുറത്തുനിന്ന് കാണുന്ന ഒരു സംഭവമുള്ളൂ, ഒരു CEO ആണ്, ഫൗണ്ടർ ആണ് സാധനം മാത്രമേ ഉള്ളൂ. ദേ ആർ സ്ട്രഗ്ലിങ് ലൈക്ക് ഹെൽ. അതായത് അതായത് സ്റ്റെബിലിറ്റി പോട്ടെ, ഉറക്ക് പോട്ടെ, പൈസ പോട്ടെ, ടൈം പോട്ടെ, ഒന്നുമില്ലാത്ത ആൾക്കാരാണ് പല ആൾക്കാരുണ്ടാവും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഗ്ലാമറസ് ആണ്, പക്ഷേ ഓൺടർപ്രണർഷിപ്പ് ഇസ് 10x 9 to 5. 9 to 5 ഇസ് കുറച്ചിൽ എന്നുള്ളതിലേക്കായിട്ടല്ല, 9 to 5 9 to 5 ഭയങ്കര പണിയുണ്ട്. സോ രണ്ടിനും നല്ല സ്ട്രെസ് ഉണ്ട്, നല്ല പണിയുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് സ്പൈഡർമാനിൽ പറയുന്നുണ്ട്, വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, വിത്ത് ഗ്രേറ്റ് പവർ കം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സെയിം വേ 9 to 5 ആണെന്നുണ്ടെങ്കിലും നമ്മൾ ലെറ്റ്സ് സേ യു ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി, മോർ പവർ, അവിടെ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ സ്റ്റേക്സ് ഹയർ ആണ്. നമ്മൾ ഒരു ഓൺടർപ്രണറിനാവണമെന്നൊന്നുമില്ല. ലെറ്റ്സ് സേ യു ആർ എ മാനേജർ, യു ആർ ഓൾറെഡി ആൻ ഓൺടർപ്രണർ. നമ്മളൊരു ടീം മാനേജ് ചെയ്യാണ്, റിസോഴ്സസ് മാനേജ് ചെയ്യാണ്, ഫണ്ട്സ് മാനേജ് ചെയ്യാണ്. ഇറ്റ്സ് ബേസിക്കലി ജസ്റ്റ് ദാറ്റ്, യുനോ. സോ നമ്മൾ വെറുതെ ഗ്ലാമറസ് ആയിട്ട് കണ്ടിട്ടായിട്ട് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഡു ഓൺടർപ്രണർഷിപ്പ് ഓൺലി ഇഫ് യു ജെനുവൻലി വോണ്ട് ടു സോൾവ് ഒരു പ്രോബ്ലം. അല്ലാതെ ഞാൻ എല്ലാവരും ചെയ്യുന്ന ഞാൻ ഒരു സംഭവം ചെയ്യുക, ഡോണ്ട് ഡു ഇറ്റ്. എസ്പെഷ്യലി നോട്ട് റൈറ്റ് നൗ, ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ. സോ ഒരു എംപ്ലോയിനെ എടുക്കാം. അവൻ്റെ ലൈഫ് അല്ലെങ്കിൽ അവൻ്റെ കരിയർ ബെറ്റർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കരിയറിനെ ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി അവനക്ക് ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്, അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയേക്കാം. റിസ്വാൻ ക ഹാക്കറുള്ള എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം? ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. റിസൾട്ട് അല്ല ഉദ്ദേശിച്ചത്. ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം, ഐ വിഷ് ജെനുവൻലി എല്ലാവരും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇത് ചെയ്തു, ഞാനിത് അതിൽ നിന്ന് വാട്ട് ഹാപ്പൻഡ്, ഓക്കെ, ആ ഔട്ട്കം ഇങ്ങനെയായിരുന്നു, ഔട്ട്കം ഉണ്ട്, എന്തുകൊണ്ട് ആ ഔട്ട്കം ഇങ്ങനെ ആയില്ല, എന്തുകൊണ്ട് ഔട്ട്കം ഇങ്ങനെ ആയി, റിഫ്ലക്റ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, പഠിക്കുക. അവരവർ ചെയ്യുന്ന വർക്കുകൾ അനലൈസ് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം. തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ പഠിക്കുക, ശരികളാണെങ്കിൽ ശരികൾ പഠിക്കുക, രണ്ടും പഠിക്കണം. എല്ലാവരും പറയും ഫെയിലിയേഴ്സ് ടീച്ചേഴ്സ് യു. ഐ ബിലീവ് ഫെയിലിയേഴ്സ് ആൻഡ് സക്സസ് ബോത്ത് ടീച്ച് യു അ ലോട്ട്. സോ രണ്ടും പഠിക്കുക, കോൺസ്റ്റൻ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുക, പഠിക്കുക എന്ന് പറയുന്നൊരു ശീലം. ഐ വിഷ് എവറിബഡി ഡിഡ് ദാറ്റ്. സേ ഒരു പെർഫോമൻസ് റിവ്യൂ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അപ്രൈസൽ വരുന്ന സമയത്ത് മാത്രം എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ KPIs എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ KRIs എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ആസ് ചെയ്യുന്ന റോളിലുള്ള ഒരാൾ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതിന് പകരം കോൺസ്റ്റൻ്റ്ലി ഞാൻ ചെയ്യുന്ന എൻ്റെ ക്രാഫ്റ്റിൽ, എൻ്റെ പ്രോസസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ തോട്ട് പ്രോസസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ്സിൽ, എൻ്റെ വേ ഓഫ് ഡൂയിങ് തിങ്സിൽ എന്ത് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും, ഹൗ ക്യാൻ ഐ ബി എ ബെറ്റർ പേഴ്സൺ. ഇത് കമ്പനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, അത് ജെനുവൻലി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഒരാൾക്ക് ഹൗ ക്യാൻ ഐ ബി ഗുഡ്. മറ്റൊന്ന്, ഐ വിഷ് എവറിബഡി സ്റ്റാർട്ടഡ് തിങ്കിങ് നോട്ട് ഇൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഇതാണ്, ഞാൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാറി ചിന്തിച്ചെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചാൽ ആവറേജ് ആണ്. സോ എല്ലാ ദിവസവും ഉറങ്ങി എണീച്ചിട്ട് ഞാൻ എങ്ങനെ ആവറേജ് ആവാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എങ്ങനെ എബോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആവാൻ എന്നുള്ളത് ചിന്തിച്ചിരുന്നെങ്കിൽ കൂടി ഐ ബിലീവ് ഞാൻ. കാരണം ആസ് എൻ എംപ്ലോയർ ഓഫ് കോഴ്സ് ആൾക്കാർ പറയും, അത് സേ കാണുന്നുണ്ടെങ്കിൽ പറയും, like you are expecting your team to be this. Of course I am. I want my team to work based on the expectation ഒക്കെ ഉണ്ടാവും. പക്ഷെ end of the day whatever happens അത് എനിക്കുള്ളതല്ല, അത് ഞാനല്ല. I am not the one who is building their career. അവർ തന്നെയാണ് അവരെ കരിയർ ബിൽഡ് ചെയ്യണം. നമ്മൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നു, ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, റൈറ്റ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ എന്നുള്ളതാണ് എൻ്റെ ജോബ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് എവറിബഡി ഷുഡ് സ്റ്റാർട്ട് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ ബി above industry average അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പേഴ്സൺ എങ്ങനെയായിട്ട് മാറാം. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഇതാണ്, ഞാൻ ഇത് മീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വെരി ഓക്കെ. ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രശ്നം ചോദിക്കുകയാണ്. ഡിഫറെൻ്റ് അല്ല, എന്നാലും എൻ്റെ പരിചയത്തിലൊരു ഓൺടർപ്രണർ ഉണ്ടായിരുന്നു.
ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനമല്ല, എനിക്ക് അല്ലാണ്ട് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. മൂപ്പര് ഒരു മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ, ഞാനൊരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല, എന്നാലും മൂപ്പർ അനുസരിച്ചാൽ ഒരു ഓൺടർപ്രണർ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് ഭയങ്കര ലെവലിൽ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാമിലീനെ നമ്മളെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മാറ്റണം. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ ബിസിനസ്സിന് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് മൂപ്പര് ഒരു കോൺസെപ്റ്റ്. റിസ്വാൻക്ക് ആ കോൺസെപ്റ്റ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെടുക്കുക? ആൻഡ് റിസ്വാൻഖിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ്? ഐ ഡോണ്ട് അഗ്രി ടു ദാറ്റ് ഫസ്റ്റ് തിങ്. ഞാൻ ഇത് ചോദിക്കാനുള്ള റീസൺ തെറ്റാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ കലണ്ടർ ദിവസം ഞാൻ കണ്ടിരുന്നു. ഓക്കെ, ലാപ്പ് തുറന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടതാണ്. അതിൽ ഞാൻ കണ്ട് പേഴ്സണൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. ഓക്കെ, എൻ്റെ കോൺസെപ്റ്റ് വെരി സിമ്പിളാണ്. നമുക്ക് ഒരിക്കലും വർക്ക് വേറെ ലൈഫ് വേറെ എന്നിട്ടായിട്ട് ഫാമിലി വേറെ എന്നിട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ വെരി സിമ്പിൾ, ഞാൻ നിഷാലെടുത്തേക്കാണ്. നിഷാലെ ആദ്യമായിട്ട് പരിചയപ്പെടാന്ന് വെച്ചോ, ഹായ് നിഷ ആരാണ് എന്താണെന്ന് വെച്ചാൽ, ഹായ് നൈസ് ടു മീറ്റ് യു മാൻ, ഐ എം റിസ്വാൻ, ഐ എം സേ co-founder ഓഫ് ഹാക്ക. ഓക്കെ, നിഷാൽ എന്തായിരിക്കും പറയാം, ഹായ് ഐ എം നിഷാൽ, ലെറ്റ്സ് സേ ഒരു ഡിസൈനറാന്ന് നോക്കാം, നിഷാൽ ഐ എം എ ഡിസൈനർ ഫോർ സോ ആൻഡ് സോ. ഒരിക്കലും എന്ത് പറയില്ല, ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ നല്ലൊരു ഫാമിലി മാനാണ്, ഞാൻ നല്ലൊരു അച്ഛനാണ്, ഒരിക്കലും ഒരാൾ പറയില്ല. നമ്മുടെ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഓക്കെ, നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലി മാത്രമല്ല, ജോലി എന്നല്ല നമ്മുടെ കരിയർ. അത് 9 to 5 ആയാലും ബിസിനസ് ആയാലും ഒക്കെ കരിയറാണ്. വാട്ട് വി ഡു ഈസ് അവർ ഐഡന്റിറ്റി. അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യന്മാർ അങ്ങനെയാണ്. ഓക്കെ, സോ നമ്മുടെ ഒരു ഐഡന്റിറ്റി രാവിലെ പെട്ടെന്ന് ഒരു ഐഡന്റിറ്റി എടുത്തിട്ട് മാറ്റിയിടുക, രാത്രി മാറ്റിയിടുക എന്ന് പറഞ്ഞ സംഭവം നടക്കില്ല. റൈറ്റ്? സോ യു കാൺട്ട് വെയർ എന്ത് സാധനങ്ങൾ എല്ലാം ഒരുമിച്ചേ ഇടാൻ പറ്റുള്ളൂ. അതായത് വാട്ട് വി ആർ, ഇറ്റ്സ് എ ടോട്ടൽ പാക്കേജ് അല്ലേ. നമുക്ക് ചെയ്യാനുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫാമിലീനെ മാറ്റി വെച്ചിട്ടായിട്ട് അൾട്ടിമേറ്റ്ലി എന്താണ് നേടാനല്ലേ? ലെറ്റ്സ് ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഭാര്യയും കുട്ടികളും തന്നെ ആവണമെന്നില്ല. ഫാമിലി ക്യാൻ ബി പീപ്പിൾ ഹു യു ചൂസ് ടു ബി ഫാമിലി ആസ് വെൽ അല്ലേ. ഒരിക്കലും ഒന്നിച്ച് കൂടെ ജനിക്കാത്തവരും ഫാമിലി ആയിട്ട് മാറാം. ഇറ്റ് ഈസ് ദ പീപ്പിൾ, ദോസ് ആർ ദ പീപ്പിൾ. അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എൻഡ് ഓഫ് ദ ഡേ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് വെറുതെ മിണ്ടാൻ, അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ സന്തോഷം വന്നാൽ അറ്റ്ലീസ്റ്റ് ഒന്നിച്ച് ചിരിക്കാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? യുൽ ഫീൽ ലോൺലി. ഞാനൊരു ഡാറ്റ വായിച്ചാണ്, നമ്മുടെ പുതിയ, അതായത് 2021 ശേഷം, അതായത് കോവിഡിന് ശേഷം ലോൺലിനെസ് ഐ തിങ്ക് 200%, 300% ഇൻക്രീസ് ആണ് ഇയർ ഓൺ ഇയർ. ഏതോ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ മാത്രം നടന്നിട്ടുള്ളൊരു, ഐ തിങ്ക് പ്രൈമറിലി US ആണെന്ന് തോന്നുന്നു. ലോൺലിനെസ് എന്ന് പറയുന്ന സാധനം ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ്. 200%, 300% ഒക്കെ ഗ്രോത്ത് ആണ്. അത് എവറിബഡി സ്റ്റാർട്ട് തിങ്കിങ് പല രീതിയിലായിട്ട്. എന്നാൽ ഐ ബിലീവ് എല്ലാവർക്കും വേണ്ടത് കണക്ഷനാണ്. എൻഡ് ഓഫ് ദ ഡേ ആ കണക്ഷൻ കിട്ടാത്തിടത്തോളം വി ആർ ജസ്റ്റ് ബീറ്റിംഗ് അറൗണ്ട്, നമുക്ക് നടക്കില്ല. ലൈക്ക് വി ആർ ഹ്യൂമൻ സോഷ്യൽ ബീങ്സ് ആണ്. ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ ഹ്യൂമൻസ് പോട്ടെ, ഒരു ആനിമൽ എടുക്കാം. ഇപ്പോൾ രണ്ട് പട്ടിക്കുട്ടീനെ എടുക്കാം. ഈ ഒരു പട്ടിക്കുട്ടിക്ക് എൻഡ് ഓഫ് ദ ഡേ അതിപ്പോൾ ഒരു മനുഷ്യനായാലും ദേ നീഡ് ദറ്റ് അഫെക്ഷൻ, ദേ നീഡ് ദറ്റ് കണക്ഷൻ. ആ ഒരു സാധനം വേണം. സോ ഐ തിങ്ക് വി ആർ ആനിമൽസ്. നമുക്ക് ആ സാധനം ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ബിസിനസ് വേണ്ട, ഇത് മതി, അല്ലെങ്കിൽ ഫാമിലി വേണ്ട, ബിസിനസ് മതി, ഫൈൻ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. അയാളെ സംബന്ധിച്ചിടത്തോളം വി ഷുഡ് റെസ്പെക്ട് എന്താന്നുള്ള സാധനം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ദാറ്റ് ഈസ് റോങ്, എൻ്റെ കാഴ്ചപ്പാടിൽ. കാരണം ബിസിനസ് സാധനങ്ങളൊക്കെ പറയുന്നത് പിവറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓഫ് കോഴ്സ് അതിനനുസരിച്ചിട്ട് ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും, ഒക്കെ ഉണ്ടാവും. നമ്മുടെ ലൈഫിലുള്ള 100% റിലേഷൻഷിപ്സും 100% ഓഫ് ടൈം അതേപോലെ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മാറിക്കൊണ്ടേയിരിക്കും, നമ്മളും ഗ്രോ ആയിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലി ആൻഡ് നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ആൻഡ് ദോസ് മാറ്റർ, ഭയങ്കരമായിട്ട് മാറ്റർ ആവുന്നതാണ്. കാരണം അവൾ മനുഷ്യന്മാരാണ്. ഓക്കെ, അപ്പോൾ റിസ്വാൻഖിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ്ഡ് ആണ്. എൻ്റെ വൈഫിനോട് എഫേർട്ട് ഇടുന്നുണ്ടോ? അറിയാം. വൺ തിങ് ഐ ട്രൈ ഇസ് ബാലൻസ്ഡ് ആണോ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ ഷുവർ ഐ നോ, ഇപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് ഡു യു വിഷ് യുവർ ഹസ്ബൻഡ് ടു ബി മോർ ഫ്രീ
മോർ വിത്ത് ഫാമിലി എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഷീ വിൽ സേ യെസ് പറയും. എൻ്റെ അടുത്തും ചോദിക്കുകയാണ് ഡു യു വിഷ് ടു ബി മോർ വിത്ത് ഫാമിലി, ഐ വിൽ ഓൾസോ സേ യെസ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഡു യു വിഷ് ടു ബി, അതായത് ബിസിനസ്സിൽ കുറേ കൂടി ഇൻവോൾവ് ആവാൻ, ഐ വിൽ സേ യെസ്. എല്ലാവർക്കും സമയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആ സമയത്തിനേക്കാളും കൂടുതൽ സമയം എല്ലായിടത്തും വേണം. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് തന്നെയാൻ തോന്നുന്നു അതിൻ്റെ വാല്യൂ കൂട്ടുന്നതും എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. അത് നമുക്ക് കുറച്ചുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചേ ചോറുള്ളൂ, ഇപ്പോൾ 2 ആൾക്കാരുണ്ട് വെക്കുക, ആ കുറച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായല്ലേ, സാധനം ഉണ്ടാവും, വിശപ്പ് കൂടെ ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതും ഒരു സംഭവം തോന്നലുണ്ട്. പക്ഷെ എൻ്റെ ബാലൻസ്ഡ് ആണെന്ന് വെച്ചാൽ അറ്റ് ദിസ് പോയിന്റ് ഐ മേക്ക് ഷുവർ എൻ്റെ പ്രയോറിറ്റീസ് അവിടെ ടേക്കിംഗ് കെയർ ആണെന്നുള്ളത്. കാരണം എനിക്ക് യുനോ ഐ ലവ് ഗോയിങ് ഹോം. എനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. ഐ ലവ് ഗോയിങ് ഹോം, ഐ ലവ് ഗോയിങ് ടു മൈ വൈഫ്. വീട്ടുകാരുണ്ടെങ്കിൽ വീട്ടുകാരായിക്കോട്ടെ, എനിക്കിപ്പോൾ കുട്ടിയുണ്ട്, മോളുണ്ട്, ഓരോരുത്തായിക്കോട്ടെ, ഐ ലവ് ബീങ് ഹോം. വീട്ടിലിരിക്കാനും എനിക്ക് ഇഷ്ടമാണ്, വീട്ടിൽ പോകാനും ഇഷ്ടമാണ്. ആൻഡ് അതേമാതിരി എനിക്ക് ഓഫീസിൽ വരാനും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്. സോ ഐ ലവ് വാട്ട് എവർ ഐ എം ഡൂയിങ്. അതിപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള പ്രശ്നങ്ങൾ ഞാൻ എടുക്കുന്നു. ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ സ്കെയില് വി ഹാവ് ഗ്രോൺ ഇൻ ടു സംതിങ്. സോ ഗ്രോത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഓഫ് കോഴ്സ്, ബട്ട് ഇഫ് യു ആസ്ക് മീ വർക്ക് ലൈഫ് ബാലൻസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40% ഫാമിലി, 60% ഇത് അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് ഇറ്റ് ഇസ് 80% ഫാമിലി ആവാറുണ്ട്, 20% ബിസിനസ് ആവാറുണ്ട്. ആവശ്യമുള്ളിടത്ത് റിസോർട്ട് ടൈം കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ഇറ്റ് ഇസ് 20% ഫാമിലി ആവാറുണ്ട്. 50-50 ആണ് നിർബന്ധമൊന്നുമില്ല. doesn't work like that. I don't believe അത് ഈവൻ നേച്ചർ അടക്കം ബാലൻസ്ഡ് അല്ല, നേച്ചർ അടക്കം ഇംബാലൻസ്ഡ് ആണ്. അത് നേച്ചർ ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് തെറ്റിച്ചോണ്ടേയിരിക്കും. ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ എടുക്കാനുണ്ട്, ചിലടത്ത് ഭൂമിയൊക്കെ ഉണ്ടോ, ചിലടത്ത് ഭൂമിയൊക്കെ ഉണ്ടോ, ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ബാലൻസ് ഫുള്ള് തെറ്റി, എന്നിട്ട് പിന്നെയും അതിങ്ങനെ അവിടെ നിന്നൊക്കെ റെഡിയാക്കും. സോ ഐ ബിലീവ് അതേപോലെ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്ത് കൊണ്ട് പോകണം. നമ്മളെ ബിസിനസ്സിലോ അല്ലെങ്കിൽ വർക്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സ്പൗസിനോടോ അല്ലെങ്കിൽ വീട്ടിൽ ഷെയർ ചെയ്യുന്നത് ബെറ്റർ ആണോ, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, രണ്ടാൾ തമ്മിലുള്ള അതായത് നമ്മളിങ്ങനെ പറയല്ലേ, എൻ്റെ പാഷൻ എൻ്റെ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് തിങ്, വീട്ടുകാർ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ചെയ്യുന്നത്. നമ്മളെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നമുക്ക് നല്ലത് വേണം, അൺസർട്ടനിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ മനുഷ്യന്മാർ, മക്കള് അല്ലെങ്കിൽ ഇതൊക്കെ ആയതുകൊണ്ടാണ് അവരെ നിൽക്കാത്തത്. നമ്മൾ മാത്രം എടുക്കുന്ന നമ്മുടെ റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമ്മളെ കാര്യങ്ങൾ അതേപടി എല്ലാവരും മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഭയങ്കര എക്സ്പെക്ടേഷൻ മിസ്മാച്ച് ആണ്. ആ ആഗ്രഹം അല്ലെങ്കിൽ ആ എക്സ്പെക്ടേഷൻ ഒരിക്കലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സന്തോഷിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഫോർ ഷുവർ. സന്തോഷം പോട്ടെ, സമാധാനം കിട്ടില്ല. സെക്കൻഡ്, ഷെയർ ചെയ്യണ വേണ്ടേ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വേവ് ലെങ്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചാണ്. ഈവൻ കമ്പനിയിലടക്കം ഷീ വാസ് ദെയർ. ഇപ്പം ബ്രേക്ക് എടുത്തിട്ട് പുറത്താണ്. ഇവിടെ ന്യൂ എക്സ്പെരിമെന്റ്സ് ലീഡ് ചെയ്യായിരുന്നു, ന്യൂ ഇനിഷ്യേറ്റീവ്സ് ലീഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഹാരിസിന്റെ കേസ് എടുക്കുക, നിസ്വ വാസ് പാർട്ട് ഓഫ് ദ കമ്പനി, ഫിനാൻസ് നോക്കിക്കൊണ്ടായിരുന്നു. രണ്ടുപേരും മെറ്റേണിറ്റിന്റെ ബ്രേക്കിലാണ്. ഓക്കെ, സോ ദേ നോ ദേ ആർ പാർട്ട് ഓഫ് ദ ബിസിനസ്. പിന്നെ ഞങ്ങളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതിൽ ഫുള്ളി ഇൻവോൾവ് ആണ്. അപ്പോൾ സേ ഇഫ് ഇറ്റ് ഗുഡ് ആയാലും ബാഡ് ആയാലും അവരും സംഭവം ഭയങ്കര ഇൻവോൾവ് ആണ് അതിൽ. അപ്പോൾ അവരത് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നതും ഐ തിങ്ക് ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ആവശ്യമാണ്. സേ 100% ഓഫ് തിങ്സ് 100% ഓഫ് ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ ട്രാൻസ്പാരൻസിൽ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബിലീവ് എല്ലാ കാര്യങ്ങളും ഇല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്, അതായത് ഇപ്പോൾ ഡെയിലി ഇന്ന കാര്യങ്ങൾ നടന്ന് അങ്ങനെ ഡെയിലി 100% യു ഹാവ് ടു കീപ് ദം പോസ്റ്റഡ്. യു ഹാവ് ടു, അതായത് 100% ഓഫ് ഇന്നലെ ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ യു ഹാവ് ടു കീപ് ദം പോസ്റ്റഡ്, എസ്പെഷ്യലി ദ ബാഡ് തിങ്സ്. നമ്മൾ നല്ലത് മാത്രമല്ല, എസ്പെഷ്യലി ദ ബാഡ് തിങ്സിൽ അവർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും കൂടുതൽ നാളെ വാട്ട് എവർ ഹാപ്പൻസ്, ഇഫ് തിങ്സ് ഗോ സൗത്ത്, സ്ട്രഗിൾ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവരെയാണ്. നോട്ട് ഇവൻ യുവർ പാരൻസ്, നിങ്ങളുടെ സ്പൗസസിനെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെയാണ്. അപ്പം അവരും ഇൻഡയറക്ട്ലി നമ്മുടെ ഈ വെഞ്ചറിൽ പാർട്ടാണ്, ദേ ആർ പാർട്ട്നേഴ്സ്.
അപ്പോൾ ആ പാർട്ട്നേഴ്സിന് ആ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സ് വേണമെങ്കിൽ പറയാറ്. ഉം. ഞാൻ റിസോർട്ടിന് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു റീൽ ഇറങ്ങിയല്ലോ, ഈ വാറിൻ്റെ സമയമാണ്, അപ്പോൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. ഒന്ന് ഡീപ്പായിട്ട് പോകാൻ പറ്റും അതിലേക്ക്? ഷുവർ. റൈറ്റ് നൗ ഐ എം ടോക്കിംഗ് ദിസ്, ഞങ്ങളുടെ ജോബ് അത് ഹാക്കർ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ടേക്കിംഗ് പീപ്പിൾ ആൻഡ് ടെല്ലിംഗ് ദം വിൽ ഗിവ് യു ജോബ്സ് അല്ലെങ്കിൽ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് ജോബ്സ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പറയണത്. യു ക്യാൻ തിങ്ക് ഞാൻ എന്ത് ഡെപ്തിലേക്ക് അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച ടൈമിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, ഫൗണ്ടേഴ്സ്, അവിടുന്ന് ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട്. മിക്ക കമ്പനീസ്, ഒരുപാട് കമ്പനീസ് ഒരു 80% ആൾക്കാരൊക്കെ ക്വിറ്റ് കട്ട് ഡൗൺ ചെയ്യാണ്. പല ആൾക്കാർക്കും ലോൺ ലീവ് കൊടുക്കുകയാണ്, പല ആൾക്കാരെയും നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്, സാലറി കട്ട് കൊടുക്കുകയാണ്, പല സംഭവങ്ങളും ചെയ്യാണ്. അപ്പോൾ നമുക്കിത് അറിയില്ല എത്രത്തോളമാണ് എങ്ങനെയാണെന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഹയറിങ്സ് നടക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ വെരി കോഷ്യസ് ആണ്. ഉള്ള ജോബ് കളയണ്ട. ഓക്കെ, അത് ഉള്ള ജോബ് അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 6 months എന്ത് ചെയ്യണ്ട, കളയണ്ട. ഇനി പുതിയൊരു ജോബ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫുള്ളി അങ്ങ് അല്ല എനിക്ക് പണി ജോബ് കിട്ടില്ല എന്നുള്ള സാധനം ചിന്തിക്കും വേണ്ട. റിക്വയർമെന്റ്സ് ഓഫ് കോഴ്സ് ഉണ്ട്. ലോകത്ത് ഒരിക്കലും 100% ഓഫ് കമ്പനീസ് ഷട്ട് ഡൗൺ ആവുമെന്നില്ല. സസ്റ്റെയിൻ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും, അവർ ഹയർ ചെയ്യുന്നുണ്ടോ. ഗ്രോ ചെയ്യുന്ന സസ്റ്റെയിൻ ചെയ്യുന്ന പോട്ടെ, ഗ്രോ ചെയ്യുന്ന കമ്പനീസ് ഒരുപാടുണ്ടോ, റൈറ്റ്? എവറി ക്രൈസിസ് ഈസ് എ ബൂസ്റ്റ് ഫോർ സമ്മൺ, ഓഫ് കോഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ എവറി ക്രൈസിസ് ഇസ് എ എന്താ പറയുക, ഡൗൺഫോൾ ഫോർ സമ്മൺ ഓൾസോ ആണ്. അപ്പോൾ ഉള്ള പണി എന്ത് ചെയ്യണ്ട, നമ്മളായിട്ട് കൊണ്ടുപോയിട്ട് കളയണ്ട. നമ്മളിപ്പോൾ ക്വിറ്റ് ചെയ്യാനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, റീതിങ്ക് അബൌട്ട് ഇറ്റ്. പിന്നെ ഞാനിപ്പോൾ ആ പോസ്റ്റിനകത്ത് ഒരുപാട് കമൻസ് ഉണ്ട്, ടോക്സിക് എൻവയൺമെന്റ് ആയെങ്കിൽ എന്താ, ഞാൻ ഓൾറെഡി ജോബ് കിട്ടിയത് നോട്ടീസ് പീരീഡിലാണ്, എന്താ ചെയ്യണമെന്നൊക്കെ. ഡു ആസ് യു ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ടോക്സിക് എൻവയൺമെന്റ് ആണ്, സംഭവം നടക്കുന്നില്ല, പെയിനാണ്, ടേക്ക് വാട്ട് ഇസ് റൈറ്റ് ഫോർ യു. അതല്ല ഇപ്പോൾ ലെറ്റ്സ് സേ നോട്ടീസ് പീരീഡിലാണ്, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഓക്കെ, പക്ഷേ നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൺ തിങ് ഐ വുഡ് സേ ഇസ് സേ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സംഭവം ഉണ്ടെന്നുണ്ടായിട്ട് മാത്രം ക്വിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ബേസിക്കലി പറയാന്ന് വെച്ചാൽ HR എത്തിക്സ് പ്രകാരം റോങ് ആണ് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യേ നോട്ടീസ് പീരീഡ് അല്ലാത്ത സമയത്ത് നമ്മൾ വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യുക ആൻഡ് വേറെ എടുക്കുക എന്നുള്ളത് റോങ് ആണ്. ബട്ട് സ്റ്റിൽ കോണ്ടെക്ച്വലി സെറ്റ് ചെയ്യാണ്. വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത പക്ഷം ക്വിറ്റ് ചെയ്യുന്നത് അറ്റ് ദ മൊമെന്റ് അത്ര സേഫ് അല്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു സം ടോട്ടൽ അങ്ങനെയാണ്. പക്ഷേ ഹയറിങ്സ് ഭയങ്കര സ്ലോ ആണ്, എസ്പെഷ്യലി GCC. ഇന്ത്യനെ ഭയങ്കരമായിട്ട് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഇതുവരെ ഇല്ല, ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു 3-4 കമ്പനീസിൻ്റെ കേസിൽ കേട്ടിട്ടുണ്ട് മാൻ പവർ ഭയങ്കരമായിട്ട് ഐ തിങ്ക് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. 20% 30% ഒക്കെ കട്ട് ഡൗൺ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ, കേരളത്തിൽ, നാട്ടിൽ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടായിക്കോട്ടെ, കൊച്ചിയിലായിക്കോട്ടെ നടന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല GCC കമ്പനീസിൻ്റെയും ബാക്ക് ആൻഡ് ഓഫീസസ് നാട്ടിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവിടെ വർക്ക് ആവാത്തത് കാരണം അവിടുത്തെ ബിസിനസ് എഫക്റ്റ് കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സോ കുറച്ച് കോഷ്യസ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കംപ്ലീറ്റ് ആർക്കും ഇനി ജോലി ഇല്ല എന്നുള്ള രീതിയിലായിട്ടുള്ളതല്ല. ജസ്റ്റ് ബി കോഷ്യസ്. ഉള്ള പണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 9 to 5 വർക്കാണുള്ള ഒരു ബിസിനസ് പോയാക്കണം, പോകണ്ട. ഒരു 6 മാസം ഒന്ന് ട്രൈ ടു ബി ബെറ്റർ, നമ്മൾ കുറച്ചും കൂടെ വാല്യൂബിൾ ആണ് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കട്ടെ, അപ്പം ആ ഒരു കമ്പനി നമ്മൾ എടുത്ത് ഒഴിവാക്കാണ്ടിരിക്കാൻ ആ ഒരു എംപ്ലോയി എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? അതിന് വേറൊരു സംഭവം എന്താണ്, വാട്ട് ഇഫ് യു ആർ ടെർമിനേറ്റഡ്. ഓക്കെ, അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അല്ല, നമുക്ക് അവിടെ എക്സ്ട്രാ എന്തെങ്കിലും ഇൻപുട്ട് ഇടാൻ പറ്റും? ഷുവർ. അത് 2 കേസാണ്. ഒന്ന് അവിടെ ഉണ്ട് ഇപ്പം നമ്മൾ, ഓക്കെ, അവിടെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഈവൻ ബിഫോർ നമുക്ക് ഫീഡ്ബാക്ക് തരുന്ന മുന്നേ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് സംഭവം ചെയ്യുന്നതിന് മുന്നേ ഗോ റിവേഴ്സ് ചെയ്യുക, അപ്രോച്ച് റിവേഴ്സ് ചെയ്യുക. ഗോ ആസ്ക് ഫോർ ഫീഡ്ബാക്ക്, ട്രൈ ടു ഇംപ്രൂവ്, ട്രൈ ടു മേക്ക് ഇറ്റ് ബെറ്റർ. ഓക്കെ, ഷോ ദാറ്റ് ഓക്കെ ഞാൻ പഠിക്കാൻ അല്ലെങ്കിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരാളാണ്, നോക്കുന്ന ഒരാളാണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. വിസിബിലിറ്റി, ഇവിടെയും വിസിബിലിറ്റിയാണ്. ഓക്കെ, ചുമ്മാ ചെയ്ത് പണിയെടുത്ത് പോകുന്നതിനേക്കാളും ഒക്കെ ഞാൻ ബെറ്റർ ആൻഡ് വില്ലിങ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഇറ്റ്സ് മച്ച് മോർ ബെറ്റർ ഫോർ ദ കമ്പനി. ബി വാല്യൂബിൾ. ഓക്കെ, ബി ആബ്സല്യൂട്ട്ലി വാല്യൂബിൾ എന്ന് പറയുന്ന സമയത്ത് ഫുൾ ഭയങ്കര 100% സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നിൽക്കുക എന്നുള്ളതല്ല. ബി എ പേഴ്സൺ ഹൂസ് എന്താ പറയുക, മോൾഡബിൾ ആയിട്ടുള്ള, പഠിച്ചുകൊണ്ടിരിക്കുന്ന, ബെറ്റർ ആവാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമ്മളടുത്ത് ഇങ്ങോട്ടേക്ക് ഒരു സാധനം വരുന്നതിനേക്കാളും മുന്നേ അങ്ങോട്ടേക്ക് പോവുക, റിവേഴ്സ് ചെയ്യുക. അത് 9 out of 10 times നമ്മുടെ പൊസിഷൻ ബെറ്റർ ആക്കിയുള്ളൂ. കാരണം അയാൾ ഫീഡ്ബാക്ക് ചോദിച്ചിട്ട് കാര്യങ്ങൾ നിന്നിട്ടുണ്ട്.
ഞാൻ ബെറ്റർ ആവാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇന്ന സാധനം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കണേ. ഞാൻ സാലറി കൂട്ടി തരാനോ കാര്യങ്ങളെല്ലാം ചോദിക്കണേ. എനിക്ക് ഐ വോണ്ട് ടു ബി എ ബെറ്റർ എംപ്ലോയി, മാനേജർ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്. ദാറ്റ് വർക്ക്സ് ഔട്ട് വെൽ. രണ്ടാമത്തെ കേസാണ് നിങ്ങൾ ടെർമിനേറ്റ് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് പോയി, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ലേ ഓഫോ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് ജോബ് പോയി എന്നുള്ള സിനാരിയോ എടുക്കാം. എഗെയിൻ എന്ത് ചെയ്യണ്ട, എൻഡ് ഓഫ് ദ വേൾഡ് ആണെന്ന് ചിന്തിക്കേണ്ട. ഇറ്റ് ഇസ് നോട്ട് എൻഡ് ഓഫ് ദ വേൾഡ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്, റൈറ്റ്? ഇവിടെ മേ ബി കുറച്ച് ടൈം എടുക്കുമായിരിക്കാം. ലെറ്റ്സ് സേ കുറച്ച് ടൈം എന്ന് പറയുമ്പോൾ മാസങ്ങൾ എടുക്കണം എന്നില്ല, മേ ബി ഫ്യൂ വീക്സ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരിക്കാം. ഇനി ലെറ്റ്സ് സേ വേഴ്സ്റ്റ് കേസ് സിനാരിയോ കുറച്ച് മാസങ്ങൾ എടുത്തു തന്നെ വെക്കാം. ഡോണ്ട് ലൂസ് ഹോപ്പ്, ഫസ്റ്റ് തിങ്. സെക്കൻഡ്, വർക്ക് ഓൺ യുവർ സെൽഫ്, റൈറ്റ്? നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലെറ്റ്സ് സേ ടെർമിനേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ആരെങ്കിലും പരിചയമുള്ള കുറച്ച് നല്ല ടേംസിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കുക, റൈറ്റ്? വാട്ട് കുഡ് ഹാവ് ഐ ഡൺ ബെറ്റർ? എനിക്ക് എന്ത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, സോ ദാറ്റ് എന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ഞാൻ എന്നെ റീറ്റെയിൻ ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ളടത്തേക്കായിട്ട് ചോദിക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. ലെറ്റ്സ് സേ ദ ടൈം യു ഹാവ്, വർക്ക് ഓൺ ദാറ്റ്. ആ സ്കില്ല് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാം, റെഡിയാക്കാം. സോ ഐ വുഡ് ഡു ദാറ്റ്. ഒരിക്കലും ജോലി പോയ ഒരാളടുത്ത് പോയിട്ടായിട്ട് എനിക്ക് എന്താ പറയുക നല്ല വാക്കുകൾ പറഞ്ഞിട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ടായിട്ട് സമാധാനിപ്പിക്കാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് സംഭവം കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഞാൻ ആ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്കിത് പറയാനേ പറ്റുള്ളൂ. നാളെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ വിൽ ഡു ദിസ്, ഇതായിരിക്കും ഞാൻ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയാലും എന്തൊരു സാധനമായാലും അവരെ പ്രൈമറി ടാർഗറ്റ് എന്നുള്ളത് നമ്മളെ ഫോക്കസ് അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത്രയും PhD ഒക്കെ എടുത്ത ആൾക്കാർ എൻ്റെ ബാക്കിലുള്ളത്. സോ ഇത്രയും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ റിസ്വാൻ ഖാൻ എങ്ങനെ അത്ര ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെ എല്ലാത്തിനും ടൈം കണ്ടെത്തുന്നു? എന്തിൽ? റിസ്വാൻ ഖാൻ്റെ വർക്കിൽ. ഒന്ന്, എൻ്റെ ഫോണ് എപ്പോഴും DND യിലാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഓണല്ല, എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ഓഫാണ്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഐ യൂസ് ഇറ്റ് ഇൻ ഗ്രേ സ്കെയിൽ. സോ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഫോൺ ലെസ് ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റൊന്ന്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഹാബിറ്റാണ്, ഇൻസ്റ്റഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്യും. പക്ഷെ പിന്നെയും കയറ്റും. ഇപ്പോൾ കയറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ നമ്മൾ തീരെ ഇൻസ്റ്റാഗ്രാം ഇല്ലാണ്ടാക്കി. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്ത കേട്ടോ, എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലാതെ പറ്റണില്ല, ഭയങ്കര സ്ക്രോളിങ്. ഞാൻ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്ത് 5 ദിവസമോ ഒരാഴ്ച എന്തോ ഡിലീറ്റ് ചെയ്ത്. പിന്നെ എനിക്ക് ആവശ്യം വന്നിട്ട് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്ത്. ആവശ്യം വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് പോസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ അക്കൗണ്ട് ആരും മാനേജ് ചെയ്യണമെന്നില്ല, ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത്. പക്ഷെ അവിടെ ഞാൻ ചെയ്യുന്ന സംഭവം എന്താ, കൂടുതൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്. ഒരു യൂസർ നെയിം പാസ്വേഡ് അടിക്കാനല്ലേ ഉള്ളൂ, ഇപ്പോൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. ദാറ്റ് വർക്ക്സ് ഔട്ട് റിയലി വെൽ. പക്ഷേ ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഗ്രേ സ്കെയിൽ പ്ലസ് നോട്ടിഫിക്കേഷൻസ് ഓഫ് വർക്ക്സ് ഔട്ട് റിയലി വെൽ. പിന്നൊന്ന്, കോൺഷ്യസ്ലി രാവിലെ ഉറങ്ങി എണീച്ച പാടെ ഫോൺ എടുക്കാതിരിക്കുക. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെ തന്നെയാവും. ലെറ്റ്സ് സേ ആദ്യത്തെ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് സെറ്റായിട്ട് ഉറങ്ങി എണീച്ച് സ്ക്രീൻ കൊണ്ട് കണ്ണുണരുന്നതിനേക്കാളും മേ ബി ബാത്റൂമിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് വെളിച്ചം കൊണ്ടിട്ടെങ്കിലും കണ്ണുണരാം, എന്നിട്ടൊന്ന് റെഡി ആയിട്ട് വരാം. ഇനി ബാത്റൂം പോയിട്ട് വെറുതെ ഇരുന്നിട്ട് കൂട്ടുമായിട്ട് കുറച്ച് 10 മിനിറ്റ് ഇരുന്നിട്ട് വന്നതിനാലും കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കാന്നുള്ള സാധനം. മൊബൈൽ ഫോൺ മാറ്റി വെക്കലാണ് പ്രൈമറി. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എത്ര വിൽപ്പവർ ഉണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇൻഷാല് പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ ജീനിയസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും കൺസ്യൂമർ സൈക്കോളജിസ്റ്റുകളും, ഇറ്റ്സ് ഫുൾ ഹ്യൂമൻ സൈക്കോളജിയാണ് അതിൻ്റെ ബാക്കിലുള്ളത്. ആൻഡ് ഈ പ്ലാറ്റ്ഫോംസിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ്ലി ഐ എം എ മാർക്കറ്റർ, റൈറ്റ്? ഇപ്പം അല്ലെങ്കിൽ ഐ എം എൻ ഓൺട്രപ്രനർ. എൻ്റെ പ്രൈമറി ഐ ബിലീവ് ഇറ്റ്സ് മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്യാമ്പയിൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം എന്താ, എങ്ങനെ റിട്ടൻഷൻ കൂട്ടാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഐബോൾസ് കൊണ്ടുവരാം, എങ്ങനെ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ മാർക്കറ്റിംഗ് പ്യുവർലി വർക്ക്സ് ഓൺ അറ്റൻഷനാണ്, ഡോപ്പമിനാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അതിന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. യു കാൻ സേ മാർക്കറ്റിംഗ് ഇസ് ബാഡ്. ഓഫ് കോഴ്സ് നോട്ട്, മാർക്കറ്റിംഗ് ഇസ് നോട്ട് ബാഡ്. മാർക്കറ്റിംഗ് ആക്ച്വലി ബേസിക്കലി സോൾവ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സർവീസ് ഉണ്ടെന്ന് അറിയാത്തടത്തോളം എൻ്റെ ലൈഫിൽ ആ പ്രൊഡക്റ്റിന് കാരണം ഉണ്ടാകുന്ന പ്രശ്നം തീരുന്നില്ല, അത് വന്നാലേ തീരുന്നുള്ളൂ. സോ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇനി എത്ര ട്രൈ ചെയ്തിരുന്നാലും നമുക്കിത് ഔട്ടാക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഓരോ സംഭവമുണ്ട്, ഫോൺ മാറ്റാം, പഴയ നോക്കിയ ഫോൺസിലേക്ക് മറ്റൊക്കെ ആയിട്ട് പോവാം. മറ്റേ അടുത്തൊരു ഇതുണ്ടായല്ലോ, CA ഒരു കുട്ടി പാസ്സായ സമയത്ത് എന്താ ചെയ്തതെന്ന് ഒറ്റ ആൻസർ പറയാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഫോൺ മാറ്റി നോക്കി എൻ്റെ ഫോൺ എടുത്തു, അതാണ് അൾട്ടിമേറ്റ് ഗോൾ എന്നാണ്.
അപ്പം അങ്ങനെ ഫോൺ മാറ്റിയേക്കാന്നുള്ളതല്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ഞാനിതുപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനും കംപ്ലീറ്റ്ലി ഇതിലേക്ക് അഡിക്റ്റഡ് ആയപ്പം ഇങ്ങനെ ഞാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വീഡിയോ തന്നെ ഇട്ട് ആ ഒരു പ്ലാൻ വെച്ചിട്ടുള്ള. അപ്പം എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താക്കുന്നുള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്യൂട്ട്സ് വഴിയാണ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ബാലൻസ്ഡ് ആയി പോകുന്നു വിചാരിക്കുന്നു അത് കണ്ടപ്പോൾ. ഓക്കെ, സോ പൈസൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ മണി, റിസ്വാൻക്ക് പൈസനെ എങ്ങനെ കാണുന്നത്? എങ്ങനെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഏത് ആസ്പെക്റ്റില്? ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ രീതിയിൽ പൈസനോട് കൂടുതലൊരു ക്രേവിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നു പോവുക ആ ഒരു രീതിയാണോ? ഐ സേ ഒരു 2 years ബാക്കുള്ള എൻ്റെ പെർസ്പെക്റ്റീവ് ഇന്നത്തെ പെർസ്പെക്റ്റീവ് പറയാം. 2 വർഷം മുന്നേ എനിക്ക് പൈസ എന്ന് പറയുന്ന സാധനം ഞാൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ബാഡായിരുന്നു. ബാഡായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ മതി, ആവശ്യത്തിനുള്ള പൈസ മതി എന്നുള്ളതായിരുന്നു എൻ്റെ പെർസ്പെക്റ്റീവ്. ഇന്ന് എൻ്റെ പെർസ്പെക്റ്റീവ് അങ്ങനെയല്ല. ഇന്ന് ഞാനും പൈസ തമ്മിലുള്ള ബന്ധം ഭയങ്കര വലിയ ബന്ധമാണ്. ഇന്ന് എനിക്ക് ആവശ്യത്തിലധികം പൈസ വേണം. ഐ സേ പുട്ട് ഇറ്റ് ദിസ് വേ, ആബ്സെൻസ് ഓഫ് മണി ക്രിയേറ്റ് പ്രോബ്ലംസ്. യു ഡോണ്ട് നീഡ് ലോട്ട് ഓഫ് മണി, പക്ഷെ ആവശ്യത്തിനും അതിന് കുറച്ചധികം പൈസ ഒന്നും വേണം. ടെൽ യു ഹൗ. ആവശ്യങ്ങൾ മാത്രമേ നടന്നിട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ലിറ്ററലി നമുക്ക് വേണ്ടിയിട്ടെന്നല്ല, ലോകത്ത് ഒരാൾക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കുറച്ച് അധികം പൈസ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആരെങ്കിലും ഒരാളെ സഹായിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ചിലപ്പം മേ ബി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചിന്തിക്കും, മേ ബി ഒരിക്കലും നമ്മൾ ഫാമിലിയും കൊണ്ട് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകും, മേ ബി നമ്മൾ കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ടീഷർട്ട് നമ്മൾ വാങ്ങിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും. ഇനി ഇതൊന്നും വേണ്ട, ഒരു മൂവിക്ക് പോകും, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, റൈറ്റ്? സോ ആവശ്യത്തിലധികം കുറച്ച് പൈസ വേണം. ദിസ് ഇസ് മൈ റിലേഷൻ. മണി ഈസ് എ ടൂൾ, മണി ഈസ് നോട്ട് എവറിത്തിങ്, റൈറ്റ്? പക്ഷേ മണി ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് പൈസ കൊണ്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എന്ത് ഫിലോസഫി ഉണ്ടും എന്താൻ പറ്റില്ല, നമുക്ക് ഇതാക്കാൻ പറ്റില്ല. സോ മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ഐ തിങ്ക് മണി ക്യാൻ ബൈ ദ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. ഡീപ്പാവോ? അതായത് ഫോർ എക്സാമ്പിൾ സേ നമ്മൾ പൈസ ഉണ്ടാക്കാം. നമ്മൾ പറയുന്നു നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സക്സസ് വാസ്, ലെറ്റ്സ് സേ ഞാനൊരു ബെൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുള്ളായി ഹാപ്പി എന്നുള്ളതായിരിക്കാം. നിങ്ങൾ പൈസയാക്കി ബെൻസ് വാങ്ങിച്ച്, ബെൻസ് വാങ്ങിച്ചിട്ടും നമ്മൾ ഹാപ്പി ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് യാതൊരു നിർബന്ധമില്ല. അത് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൻഡും വേണം, ആ കപ്പാസിറ്റിയും വേണം. ഓക്കെ, സോ പൈസ കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് എന്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ സമാധാനിക്കാൻ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ടായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് പൈസ നമുക്ക് ഉപയോഗിക്കാം. സോ ദാറ്റ്സ് വൈ മണി ഈസ് എ ടൂൾ. സോ ആ ടൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പല ആക്സസ്, പല കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നതോടൊപ്പം അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് പൈസനെ കൊണ്ട് പറ്റില്ല. അത് നമ്മളായിട്ട് വിചാരിക്കണം, നമുക്കത് പറ്റണം, അത് നമ്മൾ ട്രെയിൻ ചെയ്യണം. അതാണ് എല്ലാ ആൾക്കാരും പറയണത്, എൻജോയ് ദ പ്രോസസ്സ്. കാരണം നമ്മളൊരു സംഭവം ആഗ്രഹിച്ച് ഒരു സംഭവത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അത്രയേ ഉള്ളൂ. എല്ലാ കാര്യവും അങ്ങനെയാണ്. അത് ലിറ്ററലി എവറിത്തിങ് ഇസ് ദാറ്റ്. സോ ഞാനൊരു ഡോക്യുമെൻ്ററി കണ്ടാണ്, മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യണമെന്നും അതിയായ ആഗ്രഹമുള്ള ഒരാൾ. ദാറ്റ് വാസ് അയാളുടെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ്. അയാൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പൈസ സ്വരൂപിച്ച് ട്രെയിൻ ചെയ്തിട്ട് മൗണ്ട് എവറസ്റ്റ് കയറി. മൗണ്ട് എവറസ്റ്റ് കയറിയിട്ട് മേലെത്തിയിട്ട് ഹി ഹാഡ് സം ഹ്യൂജ് ബിഗ് സം എക്സ്പെക്ടേഷൻ. അവിടെ എത്തിയിട്ട് ഹി ബിക്കെയിം ആബ്സല്യൂട്ട്ലി ഹാർട്ട് ബ്രോക്കൺ. കാരണം ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഉള്ളതിനായിട്ട്. എന്നിട്ട് അയാൾ വർഷങ്ങൾക്ക് ശേഷം അയാൾ എന്തൊരു പുസ്തകം എന്തോ എഴുതി, എന്നിട്ട് ആ ഡോക്യുമെൻ്ററി, അയാളുടെ ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് അയാൾ പറയുന്നൊരു സംഭവമാണ്, ഐ വിഷ് ഐ കുഡ് ഹാവ് എൻജോയ്ഡ് ആ ഒരു പ്രോസസ്സിൽ, കയറുന്ന പ്രോസസ്സിൽ. അയാൾ അവിടെ എത്തിയിട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ക്യൂരിയസ്. അത് മാത്രമാണ് ആലോചിച്ചത്. സോ മണി ഈസ് എ ടൂൾ, ഇറ്റ് ക്യാൻ ഗിവ് യു ആക്സസ്, ലെറ്റ് യു ഡു തിങ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷെ അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് മീനിങ് ഫുൾ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് പൈസക്ക് തരാൻ പറ്റില്ല. പക്ഷേ ഇപ്പം പല ആൾക്കാരും ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്, മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇപ്പം അൻകൂർ വാരിക്കിൻ്റെ മേക്കപ്പിംഗ് മണി എന്നാണ് ബുക്കിൽ പറയുന്നല്ലോ. മറ്റേ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും, ബെറ്റർ നമുക്കൊരു ചികിത്സ എടുക്കാനും, നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു കാർ എടുക്കാനും, ഇപ്പോൾ നല്ല രീതിയിൽ പോരും, മഴ കൊള്ളാണ്ട് പോരും എന്ന് പറയുന്നുണ്ട്. സോ
പൈസ നമുക്ക് ആ രീതിയിലും കാണാൻ പറ്റും. ഒരിക്കലും പൈസ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല. സോ റിസ്വാൻക്കൊന്ന് സ്കോർ ചെയ്യണം. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ആയിരുന്നു ചോദിക്കുന്നത്. ഓക്കെ. റിസ്വാൻക്കിൻ്റെ ഹെൽത്തിന് റിസ്വാൻക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? 1 ആണെന്നുണ്ടെങ്കിൽ തീരെ ഇല്ല, 10 ആണെന്നുണ്ടെങ്കിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ബേസ് 10 വർക്കൗട്ട് കാര്യങ്ങളൊക്കെ പക്ക കൊണ്ടുപോകുന്നുണ്ട്. ഇമ്പോർട്ടൻസ് എടുക്കേണ്ട വെച്ചാൽ അതിനായിട്ട് പണി എടുക്കേണ്ട എഫേർട്ടും കൂടി ഉദ്ദേശിച്ചത്. ഐ തിങ്ക് അറ്റ് ദിസ് പോയിന്റ് മേ ബി ഒരു 7.5. അത് കൊടുക്കാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഞാൻ ആ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ബാക്കിയുള്ള പ്രയോറിറ്റീസിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ എൻ്റെ ഹെൽത്ത് മറന്നു പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉപ്പ എപ്പോഴും പറയണ്ടേ, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുന്ന പറയും. സ്കൂൾ തൊട്ടിട്ട് ഉപ്പനെ ഏത് PT മീറ്റിംഗിൽ പോയാലും ഉപ്പ എല്ലാം കേട്ട് വന്നിട്ട് ലാസ്റ്റിനടുത്ത് പറയും, മോനെ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുണ്ടോ എന്ന് പറയും. സെയിം വേ ഐ ബിലീവ് ഈ ചുമരുണ്ടെങ്കിലേ നാളെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നും ടീമിൻ്റെ അടുത്ത് പറഞ്ഞാണ്, എനിക്ക് 2 കൈയും 2 കാലുള്ളിടത്തോളം നാളെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഐ എം ഷുവർ ഐ വിൽ ട്രൈ സംതിങ് ടു ഗെറ്റ് ഔട്ട്. ഓക്കെ, അത് ഹെൽത്ത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് എല്ലാം പറ്റും കേട്ടോ. സോഷ്യല്, ഫിസിക്കല്, മെൻ്റല് ആൻഡ് ഫിസിക്കൽ എല്ലാം പറ്റും. സ്പിരിച്വൽ എല്ലാം പറ്റും. ഇമോഷണലൊക്കെ വന്നു. സോ വി ഹാവ് ടു വർക്ക്, കോൺഷ്യസ്ലി വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കിയതിനൊക്കെ ഉണ്ടായിട്ടില്ല, പൈസ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻജോയ് നല്ല ഹെൽത്ത്. സോ റിസ്വാൻഖിൻ്റെ യങ് വേർഷൻ ഇപ്പോൾ റിസ്വാൻഖ് ഇവിടെ കാണുകയാണ്, ഒരു 18-20 ആ റേഞ്ചിലുള്ള റിസ്വാൻഖിനെ ഇവിടെ കാണുകയാണ്. എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കാം കുറച്ചും കൂടി ഇപ്പം ബെറ്റർ ആക്കാനും? അഡ്വൈസ് ഈ അങ്ങനെ അന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവേനു കേട്ടോ. ഐ ഡോണ്ട് നോ. ഐ തിങ്ക് ഐ ഡോണ്ട് നോ പറഞ്ഞാൽ കാരണം നമുക്ക് അറിയാനില്ല എന്നുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അത്യാവശ്യം ലൈഫിൽ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഐ തിങ്ക് ഐ വുഡ് സേ എക്സ്പ്ലോർ മോർ. ഇനിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, ഇനിയും കൂടുതൽ എക്സ്പീരിയൻസസിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുമായിരിക്കും. അതൊരു അഡ്വൈസ് ആയിട്ടൊന്നും പറയില്ല. എന്തായിട്ടാ പറയാ, മേ ബി ഒരു ഫ്രണ്ട്ലി അഡ്വൈസ്. യെസ്, എക്സ്പീരിയൻസ് മോർ, ഇൻവെസ്റ്റ് മോർ ഓൺ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എക്സ്പ്ലോർ മോർ എന്ന് പറയുമായിരിക്കും. അത് ഔട്ട്കം നോക്കിയിട്ടായിട്ടൊന്നല്ല, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദാറ്റ് അതെങ്ങനെയാണ് എന്നുള്ളത് അറിയേണ്ടിയിട്ടായിട്ട് ഡു തിങ്സ്. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഐ ബിലീവ് ഐ കുഡ് ഹാവ് ഡൺ മോർ. ഐ thoroughly ബിലീവ് ഐ കുഡ് ഹാവ് ഡൺ മോർ. അത് ഇതും പറയുമായിരിക്കും കേട്ടോ, ഡോണ്ട് ടേക്ക് ലൈഫ് ടു സീരിയസ്ലി. റിസ്വാൻഖ് അന്ന് നല്ല സീരിയസ് ആയിട്ട് കണ്ടിരുന്നു ലൈഫിന്. ലൈക്ക് യുനോ സ്മൈൽ മോർ, ബീച്ചിൽ 18ാമത്തെ വയസ്സിലെ ഒരു 45 വയസ്സുള്ള അല്ലെങ്കിൽ 50 വയസ്സുള്ള ഒരാളെ പോലെ ചിന്തിക്കരുത് എന്നുള്ള ഇതിലായിട്ട് ഞാൻ പറയുമായിരിക്കും. പിന്നെ പറയുമായിരിക്കും ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടരുത് എന്ന് പറയുമായിരിക്കും. കുറേ പറയാനുണ്ടോ, പക്ഷേ ഐ തിങ്ക് ഐ വുഡ് സേ സ്മൈൽ മോർ, ഗോ മോർ പ്ലേസസ്, ഡു മോർ തിങ്സ്, എക്സ്പ്ലോർ മോർ തിങ്സ്, എക്സ്പീരിയൻസ് മോർ തിങ്സ്, ആൻഡ് ഗിവ് മോർ ദാൻ യു മേക്ക് അല്ലെങ്കിൽ ഏൺ. ഞാൻ പറയുമായിരിക്കും നല്ല പറയും. ആൻഡ് ജെന്യുവിൻലി എനിക്ക് ഇന്നും എപ്പോഴായിട്ട് കൊടുക്കണം, വർക്ക് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഏരിയയാണ് എൻ്റെ റിലേഷൻഷിപ്സ്. ഞാൻ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പീപ്പിൾ ഫ്രണ്ട്ഷിപ്സ്, എല്ലാ ഫ്രണ്ട്ഷിപ്സ് എസ്പെഷ്യലി ഫ്രണ്ട്ഷിപ്സ്. ഐ എം വെരി ബാഡ് അറ്റ് മെയിൻറ്റെയിനിങ് ഫ്രണ്ട്ഷിപ്സ്. അത് ഞാൻ പോയടുത്ത് വന്നിടത്തുള്ള ഒരാളാണ്. അപ്പോൾ ഐ ജെന്യുവിൻലി വിഷ് ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും, കുറേ കൂടെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഫ്രണ്ട്സ് ആക്കാനും എന്നൊക്കെ ആയിട്ട് കുറേ കൂടെ സമയം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുമായിരിക്കും. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. ആയിട്ടാണ് ഇത് കൂടുതൽ സംസാരിച്ചോണ്ടെന്ന് അറിയില്ല. ഓക്കെ, സോ ഇപ്പോൾ റിസ്വാൻഖ് വർക്ക് ചെയ്യുന്ന ബിഗ് വിഷൻ ഹാക്ക് എന്നാണോ? ഇതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ്ലി ഹാക്കിൻ്റെ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ മുന്നേ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് ഒരേ സമയത്ത് 10 പ്രയോറിറ്റീസ് അല്ലെങ്കിൽ 10 ഫോക്കസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം അതില്ല. ഇപ്പോൾ യു ഗോ ഓൾ ഇൻ. ഹാക്കൊക്കെ ഓഫ് കോഴ്സ് പ്ലാൻ ABCD കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ദാറ്റ് ഇസ് ടോട്ടലി ഫൈൻ. പക്ഷേ ജസ്റ്റ് വൺ തിങ് അറ്റ് എ ടൈം. നമ്മൾ എൻഡ് ചെയ്യാൻ പോകണം. 2 ക്വസ്റ്റ്യനിൽ നിർത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ട്രാവലിംഗ്. റിസ്വാൻഖ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടോ? കുറച്ച്, അത്യാവശ്യം. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെ കേൾക്കുന്ന കാര്യമാണ്, ഇപ്പോൾ രൺവീറിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യുക നമ്മളെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും, ഒരുപാട്
നമ്മളെ ലൈഫിനെ തന്നെ ഒരുപാട് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. റിസ്വാൻക്ക് ചെയ്ത ട്രാവലിംഗ് വെച്ചിട്ട് റിസ്വാൻക്കൊക്കെ എന്താ തോന്നുന്നത്? ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ടെൽ യു ഹൗ ആസ് വെൽ. ഞാൻ ബൈജൂസിൽ എൻ്റെ ജോബ് എടുക്കാനുള്ള റീസൺ ട്രാവലാണ്. ഓ. ഞാൻ കോളേജ് കഴിഞ്ഞ പാടെ ഇവൻ ദോ ഐ ഡിഡ്ന്റ് ഹാവ് എനി മണി, ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ട്. നോർത്തിലേക്ക് എല്ലാവർക്കും പോകാന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങളൊരു 17-18 ദിവസത്തോളം വി വെൻറ്റ് ആൻഡ് കെയിം ബാക്ക്. അതിൽ നിന്നാണ്, ആ കൺക്ലൂഷൻ നിന്നാണ് ഓക്കെ ഞാൻ ഐ വാസ് ആബ്സല്യൂട്ട്ലി ലോസ്റ്റ്. എനിക്കറിയില്ല. ലോസ്റ്റ് പറയാനുള്ള കാരണം, ഒന്ന്, എനിക്ക് കുറേ കഴിവുണ്ട്, കുറേ ഇൻട്രസ്റ്റ് ഉണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ട്. ആൻഡ് കഴിവുള്ള ആൾക്കാരാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ കഴിവുണ്ട് പറയുന്ന സമയത്ത് ആൾക്കാരായിരിക്കും ഓഫ് അഹങ്കാരം. അങ്ങനെയല്ല, ഐ നോ മൈസെൽഫ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ കൺഫ്യൂഷൻ, ഇത് ഏതെടുക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. തീരെ കഴിവില്ലാത്ത ഒരാളാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ കൂടെ സമാധാനത്തിലുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഈ പരീക്ഷ ചെയ്തോളും പറയും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക പഠിച്ച ആൾക്കാർക്ക്. അപ്പോൾ ട്രാവലാണ് കുറേയൊക്കെ ക്ലാരിറ്റി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്നും ഇപ്പോൾ ട്രാവൽ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ പോകണം നിർബന്ധമില്ല. ഇന്നും ഇപ്പം എന്തെങ്കിലും ഒരു ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ പരിപാടി വെച്ചാൽ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകാന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാണ് കാര്യങ്ങൾ. നമ്മൾ അറ്റ്ലീസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞില്ല തിരിഞ്ഞു നോക്കണം. അത് ജോബിൽ മാത്രമല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരുന്ന് പുറകോട്ട് നോക്കാൻ നമുക്ക് അതിവിടെ പറ്റുള്ളൂ. യു ക്യാൻ നെവർ കണക്ട് ദ ഡോട്ട്സ് ലുക്കിംഗ് ഫോർവേഡ്, യു ക്യാൻ ഓൺലി കണക്ട് ദ ഡോട്ട്സ് ബാക്ക്വേർഡ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. അതിന് ട്രാവൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പലയിടത്തുനിന്നും പല കാര്യങ്ങളും നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് കാണുക. അപ്പോൾ എനിക്ക് ഒരുപാട്, ഇപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഐ ഹാവ് ട്രാവൽഡ് ഒരു ആവറേജ് മനുഷ്യനേക്കാളൊക്കെ മേ ബി കുറേ അത്യാവശ്യം നല്ല ട്രാവൽ ചെയ്തിട്ടുണ്ട്. പലയിടത്തുനിന്നും മീറ്റ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും തോട്ട്സിലും പെർസ്പെക്റ്റീവ്സിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, റീസൺസ് ആയിട്ടുണ്ട്. അതിപ്പോൾ ബിസിനസ്സിൻ്റെ ബേസിലായിട്ടായിക്കോട്ടെ, പേഴ്സണലായിട്ടായിക്കോട്ടെ ഒക്കെ ആയിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കശ്മീരൊക്കെ പോയ സമയത്ത്, കശ്മീരിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ കശ്മീർ പോയ സമയത്ത് കശ്മീരിൽ നിന്ന് ഞാൻ മീറ്റ് ചെയ്തൊരു ഫാമിലി. അപ്പോൾ ആ ഫാമിലി, അവരുടെ ഹോസ്പിറ്റാലിറ്റി, അവരുടെ ആ ഓപ്പൺനെസ്, അതെന്നെ, അതായത് ഒരു പരിചയമില്ലാത്തൊരു സ്ട്രേഞ്ചർക്ക് അവരവരെ വീട് ഓപ്പൺ ചെയ്ത് തരുന്നത് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കംപ്ലീറ്റ് POV ആയിട്ടുണ്ട്. സെയിം വേ ഞാൻ ഒരിക്കൽ അത് ഒരു ഗോകർണ ഉള്ള സമയത്ത് നമ്മളെ ഒരു പരിചയം പോലുമില്ലാത്ത ഒരാൾ രാത്രിയിൽ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടായിട്ട് നമ്മളെ ഹൈക്കിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടൊരു സ്ഥലത്ത്, നമ്മുടെ ഈ ബയോലൂമിനസസ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മളെ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കുറേ കഷ്ടപ്പെടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. യാതൊരു പരിചയമില്ല. പിറ്റേന്ന് അന്ന് രാവിലെ അയാളില്ല, അതായത് അന്ന് അത് കഴിഞ്ഞോടെ അയാൾ പോവുകയും ചെയ്തു, എവിടെയോ പരിചയപ്പെട്ട ഒരാൾ. സോ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത പല എക്സ്പീരിയൻസസും സംഭവങ്ങളൊക്കെ തരാനായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥലങ്ങൾക്കും ആൾക്കാർക്കും ഒക്കെ പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ് ചേഞ്ചസ് യു അലോട്ട്. ഭയങ്കര ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ റിലീജിയസ് POയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുംഫിദ് ദുനിയാക്ക് അന്നക്ക ഗരീബനോ ആബിർസബിൽ, നീ ഒരു യാത്രക്കാരനെ പോലെ ആവുക, ലോകത്ത് പോയിക്കൊണ്ടേ ഇരിക്കുക. അതായത് ഒരു സ്ഥിരതാമസം എന്നുള്ളതിലേക്കായിട്ട് ചിന്തിക്കരുത് എന്നുള്ളതിലേക്കായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത്രയും ഇമ്പോർട്ടൻസ് റിലീജിയസ് വൈസും സ്പിരിച്വലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്പെസിഫിക് കൺട്രി എടുത്ത് പറയും, എനിക്ക് ഭയങ്കര പോകാൻ ഇഷ്ടമുള്ളൊരു രാജ്യമാണ്. എനിക്ക് ആക്സസ് ഉണ്ട്, എന്നാലും ഇപ്പോൾ ഞാൻ പോയിട്ടില്ല. ദുബായ്. ഇപ്പം രൺവീറിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ പറയുന്നത്, ആൾ പറഞ്ഞത് ഇന്ത്യൻ്റെ ഒരു ഗ്ലോബൽ വേർഷനാണ് ദുബായ് എന്ന് പറഞ്ഞത്. നിങ്ങളെ വ്യൂ ഉണ്ടായില്ല? എനിക്ക് തോന്നുന്നു ദുബായ് ഇസ് ദുബായ്, ഗ്ലോബൽ വേർഷൻ എന്നുള്ളതല്ല. പക്ഷെ ദുബായ് ഇസ് എ വെരി ഗുഡ് പ്ലേസ് ടു ബി. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ, കാരണം ദുബായ് എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ട് അവിടെ, ഭയങ്കര എക്സ്പോഷറാണ്. അതെ അതെ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഹാക്ക വി വോണ്ട് ടു ഗോ പാൻ ഇന്ത്യ പോകണം, നമുക്ക് പാൻ ഇന്ത്യ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ പോയിട്ട് വി ഡിഡ്ന്റ് ട്രൈ ടു ഗോ ടു ബാംഗ്ലൂർ അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ ട്രൈ ചെയ്തില്ല. നമ്മൾ നേരെ പോയി ദുബായിലെ ലോഞ്ച് ചെയ്തത്. റീസൺ ബീങ് വേറെ ഒന്നല്ല, ഇഫ് വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ദുബായ് മാർക്കറ്റ്, ലോകത്ത് എവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അത്രയും ഡൈവേഴ്സിറ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദുബായിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ദുബായിൽ പോയാൽ ഓടാത്തവനും ഓടും. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് ബാക്കിയുള്ള ആളൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നൊക്കെ പറയില്ലേ, നമ്മൾ പോയി കഴിഞ്ഞാൽ സെയിം വേ ലെറ്റ്സ് സേ നമ്മൾ ജസ്റ്റ് ഒന്ന് ദുബായ് പോയിട്ട്
മെട്രോയിൽ കയറി നിന്നിട്ട് ഒന്നും വേണ്ട, രാവിലെ മെട്രോയിൽ വെറുതെ ഒന്ന് കയറിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം. യുൽ സീ ദ റഷ്, യുൽ സീ ദി പ്രഷർ, യുൽ സീ ദ സ്പീഡ്, സീ ദ സ്പീഡ് പോട്ടെ, യു എക്സ്പീരിയൻസ് ദ സ്പീഡ്. ഒന്നും ഉണ്ടാവില്ല. ടൂറിസ്റ്റായിട്ട് പോയതായിരിക്കാം, ചുമ്മാ ഒന്ന് ഒരു സ്റ്റോപ്പിൽ നിന്ന് വേറൊരു സ്റ്റോപ്പിലേക്ക് പോയിട്ട് വരാം. നമുക്ക് സമൂഹം എന്തോ നമ്മൾ ഭയങ്കര സ്ലോ ആണ്, ഇനിയിട്ട് റൺ, അവർ ചാർജ് ആവും. അതിന് പ്രോ ഉണ്ട് കോണും ഉണ്ട്, രണ്ടും. ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് പോയ സമയത്ത് എൻ്റെ ഒരു കസിൻ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ എന്താ ഭാരതീയർ എന്തോ ഒരു വലിയൊരു ഇതുണ്ട് അവിടെ, സിറ്റി. ഞാനവിടെ പോയപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഈവനിങ് ഇരിക്കുക, എനിക്ക് ആ ബിൽഡിങ്സ് തന്നെ കാണുമ്പോൾ ഉള്ളിലിങ്ങനെ ഒരിത്, എന്താ നമ്മളൊന്നും ചെയ്യാത്ത ആൾക്കാർ ഇവിടെ ഇത് ചെയ്യുന്നു, ഇത് ബിൽഡ് ചെയ്യുന്നു. മാത്രമല്ല വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ചുറ്റും നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, അപ്പോൾ നമ്മുടെ ഇപ്പം ഹാക്ക അല്ലെങ്കിൽ ഹാരിസൺ കോ ആൾക്കാർക്ക് ഭയങ്കര കാര്യമാണ്. ഓക്കെ, നമ്മൾ ഐ ബിലീവ് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ടത് മാത്രം ഭയങ്കര സംഭവമായിട്ടുള്ള സംഭവം ഒന്നും ചെയ്തിട്ടില്ല. വി ആർ ഡൂയിങ് സംതിങ് റൈറ്റ്, ഓഫ് കോഴ്സ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ വി ബിൽഡ് ഒരു അത്യാവശ്യം ഗുഡ് ഇനഫ് കമ്പനി. നമ്മൾ കോഴിക്കോട് നടത്തി നോക്കുന്ന സമയത്ത് നമ്മൾ മേ ബി നമുക്ക് ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നുമായിരിക്കും. നമ്മളൊന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഒന്ന് ദുബായിലോ ഒന്ന് പോയി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളൊന്നല്ല, ഇനി എന്തൊക്കെ എവിടെ എത്തിയിട്ടില്ല. നമ്മളെ ഹംബിൾ ചെയ്യും. ഓക്കെ, അത് നെഗറ്റീവായിട്ടല്ല, ഇറ്റ് ഹംബിൾസ് യു, ഇറ്റ് മേക്സ് യു വാണ്ട് ടു ഡു മോർ, ഡ്രീം മോർ, മീറ്റ് ന്യൂ പീപ്പിൾ. അത് വെറുതെ എന്ത് ചോക്ക്, ഇത് നമ്മളിവിടെ മേ ബി എന്താ പറയുക, കോഴിക്കോട് നമ്മൾ കുറച്ച് കുറ്റമായിട്ട് പറയണമെന്നല്ല കേട്ടോ, അതായത് ഇവിടെയും അത്യാവശ്യം നല്ല കമ്പനീസൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ലെറ്റ്സ് ബാംഗ്ലൂർ ഒരു ചായ കടയിൽ പോയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്, ചിലപ്പോൾ ഈ മീറ്റ് ചെയ്യുന്നുണ്ടോ ഗൂഗിളിൽ ഒരു പ്രൊഡക്റ്റ് മാനേജർ ആയിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ ആമസോണിലെ ചിലപ്പോൾ ഒരു ലീഡ് എഞ്ചിനീയർ ആയിരിക്കും. അവൻ്റെ പെർസ്പെക്റ്റീവേ മാറാണ്. വിചാരിക്കും ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നാൽ ഞാനൊന്നല്ല, എനിക്കും കുറേ പഠിക്കാനുണ്ട്, മാറാനുണ്ട് എന്നൊക്കെയുള്ള തോട്ട്സ് വരുന്നത് ഈ എക്സ്പോഷറിന്. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓക്കെ നമ്മളൊന്നുമല്ല എന്നുള്ളത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് തളർത്താൻ പാടില്ല, കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇറ്റ് ഷുഡ് ഡ്രൈവ് യു, ഫ്യൂവൽ ആക്കിയിട്ട് മാറ്റും. ഇറ്റ് ഷുഡ് ഡ്രൈവ് യു ടു ബി ബെറ്റർ, ടു ഡു ബെറ്റർ, ടു ഡു മോർ. ആൻഡ് അത് ഓഫ് കോഴ്സ് ദുബായിക്ക് അത് സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റും. ലിറ്ററലി നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ട് ദുബായ് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദുബായ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോകുമ്പോൾ തന്നെ ഒരു ചൂട് കാറ്റ് ഇങ്ങനെ അടിക്കാനുണ്ട്. ആ ചൂട് കാറ്റ് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഡിഫറെൻ്റ് ആണല്ലോ ഉള്ളൊരു സാധനം കിട്ടും. അവിടുന്ന് തുടങ്ങി തിരിച്ച് വന്നിട്ട് വരുന്നത് വരെ നേരത്തെ നിശാൽ പറഞ്ഞ പോലെ ബിൽഡിങ്സ് ആവാം, അവിടുത്തെ ആർട്ടാവാം, സ്കൾപ്ചേഴ്സ് ആവാം, ആൾക്കാരാവാം, കൾച്ചർ ആവാം, ഫുഡാവാം, സ്പീഡാവാം, കാർസ് ആവാം, എല്ലാം. ഐ മീൻ ലിറ്ററലി ദി എൻവയൺമെൻറ്റ് ഇസ് വെരി വെരി ഇൻസ്പയറിംഗ് ആണ്, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഇഫ് എനിബഡി ക്യാൻ അഫോർഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദുബായിൽ പോയിട്ട് ഒരു 5 ദിവസം നിന്നിട്ട് തിരിച്ചു വരാമെന്ന് പറയും. കാരണം വേറൊന്നുമല്ല, നമുക്കത് ഭയങ്കരമായിട്ട് സ്വപ്നം കാണാൻ പഠിപ്പിക്കും. മറ്റേ ജേക്കബിൻ്റെ സ്വഭാവത്തിൽ പറയുന്ന പോലെ സിറ്റിനെ നമ്മൾ മേലെ നിന്നിട്ട് നോക്കണം. ഓക്കെ, ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദുബായ് ഈസ് വൺ ഓഫ് ദാറ്റ് സിറ്റി. മേലെ നിന്നിട്ട് നോക്കണം. നമ്മൾ ബുർജിൻ്റെ മേലേക്ക് നിന്നിട്ട് ഫുള്ള് നോക്കുന്ന സമയത്തൊക്കെ ഫീൽസ് ലൈക്ക് നമ്മൾ എവിടെയോ എന്തോ ആണ്. നമ്മൾ സാധാരണ ഫ്ലൈറ്റിൽ മാത്രമായിരിക്കും സംഭവങ്ങൾ കാണാൻ. അങ്ങനെ നമ്മൾ ലിറ്ററലി ഒരു ബിൽഡിങ്ങിന് മേലെ നിന്നിട്ട് ആ സംഭവം ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വേറെ തന്നെ ഒരു അനുഭൂതിയാണ്. ബുർജ് പോട്ടെ, നമ്മൾ സേ ഇപ്പോൾ ഫെറാറി വേൾഡ് പോവാണ്, നമ്മളത് മൊത്തത്തിൽ കാണുകയാണ്, അല്ലെങ്കിൽ യാസ് ഐലൻഡ് പോവാണ്, അല്ലെങ്കിൽ സേ അറ്റ്ലാന്റിസ് കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ഫെറി ഒരു എന്താ പറയുക ഒരു ക്രൂസ് പോവാണ്, ലെറ്റ്സ് ക്രീക്കിലൊരു റൈഡിന് പോവാണ്. ദുബായ് ഈസ് അൺറിയൽ. അത് നമുക്ക് ഇറ്റ് ഈസ് അൺറിയൽ. ഇറ്റ് ചേഞ്ചസ് യു അലോട്ട്. ഇൻഷാല്ലാ പോകണം. ഇൻഷാല്ലാ. ഞാൻ ദുബായ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഫ്രീ ടൂറിസം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിവേ സോ ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ 2 ക്വസ്റ്റ്യൻ ഇപ്പോൾ കൂടിപ്പോയി, എന്നാലും ഫൈനലിലേക്ക് ഇറങ്ങുകയാണ്. നമ്മളെ കാണുന്ന ഓഡിയൻസ് അധികം യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓർക്ക് കൊടുക്കാനുള്ള റിസ്വാൻഖൻ്റെ ഒരു അഡ്വൈസ്, ജസ്റ്റ് വൺ. ഡു ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ്. നൈക്കി, ജസ്റ്റ് ഡു ഇറ്റ്. ഇങ്ങനെ കുറേ ചിന്തിച്ച് ശരിയാവോ ഇതാവും. എസ്പെഷ്യലി നമ്മൾ ഭയങ്കര യങ്ങാണ്. ഞാൻ എൻ്റെ അടുത്തും പറയുകയാണ്, ഐ എം 29. ഞാൻ ഭയങ്കര യങ്ങാണ്. നമ്മളെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടും കൂടിയില്ല. ഒരു ആവറേജ് മില്യണയറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 37 എന്തോ ആണ്. ആവറേജ് മില്യണയറിൻ്റെ 37 ആണോ 47 ആണോ അറിയില്ല.
നമ്മൾ ഈ 21-ാമത്തെ വയസ്സിൽ എനിക്ക് കോടീശ്വരനാവണം, 25-ാമത്തെ വയസ്സിൽ എനിക്ക് മറ്റേ റോൾസ് റോയ്സ് വേണം. നോ, ഡോണ്ട്. എനിക്ക് ഇന്നും ഒരു കാറ് പോലുമല്ലോ സ്വന്തമായിട്ട്. റൈറ്റ്? ജസ്റ്റ് എക്സ്പ്ലോർ, ലൈക്ക് ജസ്റ്റ് ഡു ഇറ്റ്. നമ്മൾ എല്ലാത്തിനും ടൈം ലൈൻ കൊടുത്തിട്ടായിട്ട് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഡു ഇറ്റ്, എൻജോയ് ദാറ്റ്, മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, മാക്സിമം എക്സ്പോഷർ ഉണ്ടാക്കുക, ആൻഡ് ഡു ഇറ്റ് ഫോർ ദ ജോയ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. റൈറ്റ്. ഞാൻ എന്തായാലും ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് പറയുന്നുണ്ടെന്നാലും നമ്മൾ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇപ്പോൾ ചെയ്യുന്നു, മറ്റേത് റെഡി ആയിട്ട് കൂടുതൽ ഡീപ്പായിട്ട് പോകാൻ പറ്റും അതിനെക്കൊണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് നമുക്ക് വേണ്ടി ടൈം തന്നതിന്. താങ്ക് യു സോ മച്ച്. ഇൻഷാ അല്ലാഹ്.